ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. இப்பொழுதும் யாக்கோபே, உன்னை சிருஷ்டித்தவரும் இஸ்ரவேலே உன்னை உருவாக்கினவருமாகிய கர்த்தர் சொல்லுகிறதாவது, பயப்படாதே, உன்னை மீட்டுக் கொண்டேன், உன்னை பெயர் சொல்லி அழைத்தேன், நீ என்னுடையவன். ஆமென். இஸ்ரவேலே உன்னை உருவாக்கினவருமாகிய கர்த்தர் சொல்லுகிறதாவது, இஸ்ராயேலே നിന്നെ നിർമ്മിച്ചവനായ ദൈവം പറയുന്നത്. வேதத்தில் ஆண்டவர் ஒவ்வொரு நேரமும் தன்னை வித்தியாசமான விதங்களில் வெளிப்படுத்துகிறதை பார்க்க முடியும். വേദപുസ്തകത്തിനകത്ത് ഓരോ സന്ദർഭങ്ങളിൽ ദൈവം വ്യത്യസ്തമായ നിലവാരങ്ങളിൽ തന്നെ വെളിപ്പെടുത്തുന്നതിനെ കാണുവാൻ കഴിയും. சேனைகளின் கர்த்தர் சொல்லுகிறார் என்று பார்க்கிறோம். സൈന്യങ്ങളുടെ യഹോവ പറയുന്നു എന്ന് നമ്മൾ ഇവിടെ കാണുന്നു. ஆபிரகாமின் தேவன் என்று வெளிப்படுகிறார். അബ്രഹാമിന്റെ ദൈവമെന്ന് മറ്റൊരു ഭാഗത്തിൽ കാണുന്നു. ஈசாக்கு யாக்கோபின் தேவன் என்று வெளிப்படுகிறார். ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് മറ്റൊരു ഭാഗത്ത് കാണുന്നു. ஆனால் இங்கே ஏசாயா சொல்லும்போது, എന്നാൽ ഇവിടെ യെശയ്യാവ് പറയുമ്പോൾ உன்னை உருவாக்கின தேவன் என்று നിന്നെ சொல்லுகிறார். നിർമ്മിച്ച ദൈവം എന്ന് പറയുന്നു. உன்னை உருவாக்குகிற கர்த்தர். നിന്നെ നിർമ്മിച്ച ദൈവം. இந்த മാலை இந்த ஆராதனைக்கு ஆயத்தப்படும்போது, ഇന്ന് ഈ വൈകിയവേളയിലെ യോഗത്തിന് വേണ്ടി ഞാൻ ഒരുക്കപ്പെടുമ്പോൾ ஒரு வார்த்தையை கர்த்தர் மனதில் தந்தார். ഒരു വാക്ക് കർത്താവിന്റെ ഹൃദയത്തിൽ அவர் உருவாக்குகிற தேவன். അവൻ നിർമ്മിക്കുന്ന ദൈവം. அவர் உருவாக்குகிற தேவன். അവൻ നിർമ്മിക്കുന്ന ദൈവം. இந்த மாலை வேளையில் நம்மை உருவாக்குகிற தேவனாய் ഈ இருக்கிறார். വൈകിയ വേളയിൽ കർത്താവ് നമ്മെ നിർമ്മിക്കുന്ന ദൈവമാണ്. நம்மை அழைத்த கர்த்தர், നമ്മെ വിളിച്ച ദൈവം, நம்மை தெரிந்து கொண்ட கர்த்தர், നമ്മെ തെരഞ്ഞെടുത്ത நம்மை ദൈവം, பிரித்தெடுத்த கர்த்தர், നമ്മെ വേർതിരിച്ച ദൈവം, நம்மை ஒவ்வொரு நாளும் உருவாக்குகிறார். നമ്മെ ഓരോ ദിവസവും അവൻ നിർമ്മിച്ചെടുക്കുകയാണ്. ஒரு குறிப்பிட்ட நோக்கத்திற்காக உருவாக்குகிறார். ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം ஒரு നിർമ്മിക്കുന്നു. காரியத்திற்காக உருவாக்குகிறார். ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ദൈവം നമ്മെ உங்களுடைய നിർമ്മിക്കുന്നു. வாழ்க்கையில் நடக்கிற ஒவ்வொரு காரியமும் உங்களை உருவாக்கி உங்களை கர்த்தருக்கு நேராய் திருப்பும். നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നിമിത്തവും ദൈവം നിങ്ങളെ നിർമ്മിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ இந்த തിരിക്കുകയാണ്. மாலை வேளையில் நீங்கள் நினைக்கலாம், ഈ വൈകിയവേളയിൽ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കാം, ஏன் இந்த பாதைகள், എന്തുകൊണ്ടാണ് ഈ വഴികൾ, ஏன் இந்த காரியங்கள், എന്തുകൊണ്ടാണ് ഈ കാര്യാദികൾ, ஏன் என் வாழ்வில் இவைகள், എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത് ஏன் என் നടക്കുന്നത്, குடும்பத்தில் இவைகள். എന്തുകൊണ്ടാണ് എന്റെ കുടുംബത്തിന് ஆனால் ஒரு காரியம் நிச்சயம், ഒരു കാര്യം നിശ്ചയം, ஆண்டவர் உங்களை உருவாக்கி கொண்டிருக்கிறார். ദൈവം നിങ്ങളെ எத்தனை നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. பேர் அதை விசுவாசிக்கிறீர்கள்? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? கரங்களை தட்டி ஆண்டவருக்கு நன்றி செலுத்து. കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറയാം. அவர் நம்மை உருவாக்குகிற അവൻ கர்த்தர். നമ്മെ നിർമ്മിക്കുന്ന ദൈവം. ஒவ்வொரு நாளும் உருவாக்குகிறார். ഓരോ ദിവസവും ദൈവം നമ്മെ നിർമ്മിക്കുന്നു. நம்மை சிருஷ்டித்தது ஒரே நாளில். നമ്മെ ദൈവം സൃഷ്ടിച്ചത് ഒരു ദിവസം. அவர் ஒரே நாளிலே மண்ணை எடுத்து மனிதனை உருவாக்கி நாசியிலே சுவாசத்தை ஊதி சிருஷ்டித்து விட்டார். ഒറ്റ ദിവസത്തിൽ തന്നെ ദൈവം മണ്ണെടുത്ത് മനുഷ്യൻ രൂപമുണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ സൃഷ്ടിച്ചു. ஆனால் அந்த மனிதனை அவன் இழந்து போன மகிமைக்கு உருவாக்க இன்றைக்கும் கர்த்தர் கிரியை செய்து கொண்டிருக்கிறார். എന്നാൽ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ മഹത്വത്തിലേക്ക്, തേജസ്സിലേക്ക് അവനെ നിർമ്മിച്ചു കൊണ്ടുവരാൻ ഇന്നും കർത്താവ് അവനെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം എല്ലാവരും ഉരുവാക്കപ്പെട്ടു നാം കൊണ്ടിരിക്കുന്നു. എല്ലാവരും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ. உன்னை உருவாக்குகிற கர்த்தர். നമ്മെ നിർമ്മിക്കുന്ന ദൈവം. உருவாக்குகிறதின் முகாந்திரம் என்ன? നമ്മെ നിർമ്മിക്കുന്നതിന്റെ ഉദ്ദേശം நாம் എന്താണ്? ஒவ்வொருவரையும் ஆண்டவர் உருவாக்குறதற்கு ஒரு காரணம் உண்டு. നമ്മെ ഓരോ വ്യക്തികളെയും ദൈവം നിർമ്മിച്ചെടുക്കുന്നതിന് ഒരു കാര്യമുണ്ട്. மூன்று காரணங்களை മൂന്ന് சொல்லுகிறேன். കാര്യങ്ങളെ പറയാം. முதலாவது, ഒന്നാമതായി தேவ சித்தத்தை அறியும்படியாக. ദൈവഹിതത്തെ അറിയുന്നതിന് വേണ്ടി. To know the will of God. தேவ சித்தத்தை அறியும்படியாக. ദൈവഹിതത്തെ അറിയുന്നതിന് വേണ്ടി இந்த மாலை வேளையில் ഈ വൈകിയവേളയിൽ நம்மை ஆண்டவர் உருவாக்குகிறார். നമ്മുടെ ദൈവം നമ്മെ നിർമ്മിക്കുകയാണ്. நாம் தேவ சித்தம் இன்னதென்று அறிந்து கொள்ள നാം வேண்டும். ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്, தேவனுடைய சித்தத்தை அறிந்து கொள்வதற்கு ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയേണ്ടതിന് விசேஷித்த காதுகள் தேவை. നമുക്കൊരു വിശേഷിച്ച കാതുകൾ ആവശ്യമാണ്. അതിനായി வித்தியாசமான காதுகள் தேவை. വിശേഷിക്കപ്പെട്ടതായ ചെവികൾ നമുക്ക് ആവശ്യമാണ്. இந்த மாலை வேளையில் ഈ വൈകിയവേളയിൽ நமக்கு ஒரு ஜெபம் இருக்கட்டும். നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. ஆண்டவரே, என் காது வித்தியாசமான காதாய் കർത്താവേ, மாறட்டும். എന്റെ കാത് ഒരു അസാധാരണമായ കാതായി മാറട്ടെ. எத்தனை பேர் அதை விரும்புறீங்க? എത്ര പേര് അത് ആഗ്രഹിക്കുന്നു? அல்லேலூயா. ഹല്ലേലൂയ. என் காதுகள் வித்தியாசமான காதாய் എന്റെ மாறட்டும். ചെവികൾ വ്യത്യാസമായ ചെവികളായി തീരട്ടെ.
நம்முடைய காது ரொம்ப முக்கியம். നമ്മുടെ ചെവികൾ വളരെ മുഖ്യമായതാണ്. காது ரொம்ப வல்லமையானது. നമ്മുടെ ചെവികൾ വളരെ ശക്തിയേറിയതാണ്. நிறைய பேர் சொல்லுவாங்க கண்ணு ரொம்ப விசேஷம்னு. ഒത്തിരി പേര് പറയാറുണ്ട് കണ്ണ് പ്രത്യേക വിശേഷതയുള്ളത്. നമ്മുടെ ശരീരത്തിലെ കണ്ണ് ரொம்ப വിശേഷമാனதுன்னு சொல்லுவாங்க. ആമേൻ. പറയാറുണ്ട് നമ്മുടെ ശരീരത്തിന്റെ കണ്ണ് വളരെ വിശേഷതയുള്ളതാണ്. ഞാൻ சொல்லுவேன் കണ്ണை വിட കാത് ഭയങ്കര വിശേഷമാണ്. എന്നാൽ ഞാൻ പറയുന്നു കണ്ണിനേക്കാൾ ചെവി ഭയങ്കര വിശേഷതയുള്ളതാണ്. കാരണം കണ്ണ് എவ்வளவு ദൂരം பார்க்கும் தெரியுமா? കാരണം കണ്ണ് എത്ര ദൂരം കാണുമെന്ന് അറിയാമോ? நான் இப்போ உங்களை நேரா பார்க்கிறேன். ഞാനിപ്പോൾ നേരായി നിങ്ങളെ കാണുന്നു. நான் இப்படி பார்த்துக்கிட்டே இருக்கும்போது இப்படி என் கண்ணை இந்த பக்கம் திருப்பினா அந்த பக்கம் திருப்பினா ஒரு 180 டிகிரி தான் என்னால பார்க்க முடியும். ആമേൻ. ഞാൻ എന്റെ കണ്ണിങ്ങനെ നേരെ നോക്കുന്നു, വശങ്ങളിലേക്ക് നോക്കുന്നു. അങ്ങനെ ഞാൻ നോക്കിയാൽ ഒരു 180 ഡിഗ്രി വരെ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. ஆனா அந்த காது இருக்கு பாருங்க. എന്നാൽ ഈ ചെവി നോക്കുക, பின்னால பேசுறதும் கேட்கும், പുറകിൽ സംസാരിക്കുന്നത് കേൾക്കും. 360 டிகிரியும் வேலை செய்யறது இந்த காது. 360 ഡിഗ്രിയിൽ ആമേൻ ഈ കാത് ചെവി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. உங்க காது ரொம்ப பவர்ஃபுல் ஆனது. നിങ്ങളുടെ ചെവി വളരെ ശക്തിയേറിയതാണ്. பக்கத்துல பார்த்து சொல்லுங்க, காது ரொம்ப ரொம்ப பவர்ஃபுல். നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ നോക്കി പറയുക, നിങ്ങളുടെ ചെവി വളരെ വളരെ ശക്തിയേറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. எல்லாமே കേൾക്കും, എല്ലാം കേൾക്കും. ചില കാതെല്ലാം ரொம்ப പവർഫുൾ. ആമേൻ. ചില ചെവികളെല്ലാം വളരെ വളരെ ആമേൻ ശക്തിയേറിയതാണ്. ഡ്രില്ലിംഗ് മെഷീനേ தேவையில்லை. ആമേൻ. ഡ്രില്ലിംഗ് മെഷീന്റെ ആവശ്യം പോലുമില്ല. പക്കത്ത് റൂമിൽ പേசுறத இந்த റൂമിൽ കേൾക്കും. അടുത്ത മുറിയിൽ സംസാരിക്കുന്നത് ഈ മുറിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് കേൾക്കുന്നു. കുസു കുസുന്ന് പേசினா கூட കേൾക്കും. വളരെ രഹസ്യമായി പറഞ്ഞാൽ പോലും കേൾക്കുന്നു. இந்த காது ரொம்ப பயங்கரமானது. ഈ ചെവി ഭയങ്കരമായതാണ്. കണ്ണ് கூட അടച്ചിரலாம், കണ്ണടയ്ക്കാം, വായ അടച്ചിരலாம், വായയും അടയ്ക്കാം. ஆனா அந்த காதுக்கு கேட்டே கிடையாது. എന്നാൽ ഈ ചെവിക്ക് അടപ്പേ ഇല്ല, അഥവാ ഗേറ്റേ ഇല്ല. ഇത് எல்லாத்தையும் கேட்டு தொலையும். ഇത് എല്ലാം കേട്ട് അത് നശിക്കുകയാണ്. ഇത് ரொம்ப பயங்கரமானது. ഇത് ഭയങ്കരമായതാണ്. இந்த காது விசேஷமானதா மாறணும். ആമേൻ. ഈ കാത് ഒരു വിശേഷതയുള്ള ചെവിയായി മാറ്റപ്പെടണം. വിശ്വാസിக்கிறவங்க ஒரு அல்லேலൂயா சொல்லுங்க. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. அல்லேலூயா, ഹല്ലേലൂയ. இந்த உலகத்தில் நாம் கேட்பதெல்லாம் உண்மை அல்ல. ഈ ലോകത്തിൽ നാം കേൾക്കുന്നതെല്ലാം സത്യമല്ല. நம்ம கேட்டுட்டு இருக்கிற எல்லாமே நிஜமானது அல்ல. നാം കേട്ടുകൊണ്ടിരിക്കുന്ന സകലതും സത്യമായതല്ല. எல்லாமே മാറി പോകും, എല്ലാം മാറിപ്പോകുന്നതാണ്. ഉണ്മയാ കേൾക്ക വേണ്ടിയത് സത്യ വചനത്തെ மட்டும். എന്നാൽ യഥാർത്ഥമായി നിങ്ങൾ കേൾക്കേണ്ടത് ഈ ദൈവത്തിന്റെ വചനം മാത്രമാണ്. വാനവും ഭൂമിയും ഒളിഞ്ഞു പോനാലും, ആകാശം ഭൂമിയും മാറിപ്പോയാലും, അവരുടെ വാർത്ത മാത്രം ഒളിഞ്ഞു പോകാതെ, ദൈവത്തിന്റെ വചനം മാത്രം ഒരിക്കലും മാറിപ്പോകില്ല. നല്ല കരങ്ങളെ തട്ടി അത് വിശ്വസിക്കുന്നെങ്കിൽ രണ്ട് കരങ്ങളെ മടിച്ച് നന്നായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മാനവി, ഒരു വിദ്യാർത്ഥിനി അവൾ പഠിപ്പുക്കാக ഒരു കല്ലൂരിക്ക് പോനാൾ. അവൾ തന്റെ വിദ്യാഭ്യാസത്തിനായി ഒരു കോളേജിലേക്ക് പോയി. കല്ലൂരിയിൽ இருக்கிற വിടുതിയിലെ പോയി തങ്ങി പഠിക്ക പോനാൾ. ആ കോളേജിലുള്ളതായ അവിടുത്തെ ഹോസ്റ്റലിൽ അവൾ താമസിക്കാൻ വേണ്ടി അവിടെ തങ്ങി പഠിക്കാനായി പോയി. പോണ നാളിലിருந்து அப்பா அம்மாவோடு தொடர்பே இல்லை. അവൾ പോയ ദിവസം മുതൽ മാതാപിതാക്കളുമായി അവൾക്ക് സംസാരമില്ല. ലെറ്റർ പോടവേ ഇല്ല. അവൾ ഒരു കത്ത് പോലും എഴുതിയില്ല. ரொம்ப நாள் ஆயிடுச்சு, ഒത്തിരി ദിവസങ്ങളായി. ரொம்ப മാസങ്ങൾക്ക് പിറகு ഒരു കടിതം വരുகிறது തായ് തകപ്പനുക്ക്. ഒത്തിരി മാസങ്ങൾക്ക് ശേഷം മകളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ഒരു കത്ത് വരികയാണ്. അപ്പാ അമ്മാവുക്ക് ഒരേ ഏക്കം, മാതാപിതാക്കൾക്ക് ഒരേ ആവേശമായിരിക്കുന്നു. മക ഒരു ലെറ്റർ കൂടെ പോടലേ, അവർക്ക് എന്റെ മകൾ ഒരു കത്ത് പോലും അയച്ചില്ലല്ലോ എന്നതായി ചിന്താഭാരം. അവൾക്ക് എന്നാ ആച്ചോ, അവൾക്ക് എന്തായി, എപ്പടി ഇരിക്കാളോ, അവൾ എങ്ങനെ ആയിരിക്കുന്നു அப்படின்னு அவங்களுக்கு ஒரே பதட்டம். അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചവരെ ഭാരപ്പെടുകയാണ്. அப்போ ஒரு லெட்டர் வந்தது. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കത്ത് വരുന്നത്. அந்த லெட்டரை எடுத்து வாசித்தார்கள். ആ കത്തെടുത്ത് അവൾ വായിച്ചു നോക്കി. അൻപുള്ള அப்பா അമ്മാവിற்கு, ആമേൻ. അവൾ എഴുതിയിരിക്കുന്നു, സ്നേഹമുള്ള പപ്പയ്ക്കും അമ്മയ്ക്കും, ഞാൻ സുഖമായി ഇരിക്കുന്നു, ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു, നിങ്ങൾ സുഖമായി ഇരിக்கிறீர்களா, നിങ്ങൾ സുഖമായിരിക്കുന്നുണ്ടോ. മേற்கொண்டு കടിതത്തെ വാസിക്കുമ്പോൾ, ആമേൻ, വീണ്ടും ആ കത്തിനെ വായിക്കുമ്പോൾ, നിങ്ങൾ ഇരുവരും ഉட்கார்ந்திருந்து വാസിക്ക താഴ്മയായി കേട്ടുകൊള്ളുക. ആ കത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഇനി തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ കസേരയിൽ എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങൾ ഈ കത്ത് വായിക്കണം. മറുപടിയും சொல்லுகிறேன், വീണ്ടും ഞാൻ പറയുന്നു, ദയവാக അമർந்திருந்து വാസിയുங்க, ദയവായി നിങ്ങൾ ഇരുന്ന് ഈ കത്ത് വായിക്കണം. ഞാൻ ഉങ്ങളെ വിട്ട് വിടുതിക്ക് വന്ന മുതൽ നാൾ, ഞാൻ നിങ്ങളെ വിട്ടിട്ട് ഈ കോളേജിലേക്ക് വന്ന ആദ്യ ദിനം, என்னுடைய விடுதியின் அறையில் ஒரு தீ விபத்து ஏற்பட்டது. ഞാൻ ആയിരിക്കുന്നതായ മുറിയിൽ ഒരു തീ മുഖാന്തരം വന്ന ഒരു ആപത്തുണ്ടായി. തീ പற்றி എരിந்தது. ആമേൻ. തീ കത്തി ഭയങ്കരമായി എരിയാൻ തുടങ്ങി. என்னுடைய அறையில் இருக்கிற எல்லா பொருளும் எரிய ஆரம்பித்தது. എന്റെ മുറിക്കകത്തിരുന്ന എല്ലാ ഉപകരണങ്ങളും എരിയുവാൻ തുടങ്ങി. நான் என்னை காப்பாற்றும்படியாக
അരികിൽ ഇരുന്ന ജനலை திறந்து வெளியே குதித்தேன். ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ മുറിയിലെ ജനൽ തുറന്ന് ഞാൻ പുറത്തേക്ക് ചാടി. நான் வெளியே குதித்தபோது ഞാൻ വെളിയിലേക്ക് ചാടുമ്പോൾ கீழே விழுந்து தலையில் அடிபட்டது. താഴെ വീണ് എന്റെ തല തറയിൽ അടിച്ചു. தலையில் காயம் பெரிதாய் ஏற்பட்டது. എന്റെ തലയിൽ വലിയ മുറിവുണ്ടായി. என்னை காப்பாற்ற ஒருவரும் வரவில்லை. എന്നെ രക്ഷിപ്പാൻ ആരും കടന്നു വന്നില്ല. ஒரே ஒரு வாலிபன் பக்கத்தில் இருந்தவன் ஓடி வந்தான். ഒരേ ഒരു യൗവനക്കാരൻ സമീപത്തിൽ ഓടി വന്നു. என்னை தூக்கி ஒரு மருத்துவமனைக்கு கொண்டு போனான். എന്നെ എടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. அந்த மருத்துவமனையில் எனக்கு சிகிச்சை அளிக்கப்பட்டது. ആ ആശുപത്രിയിൽ എനിക്ക് നല്ല ചികിത്സ ലഭ്യമായി. மருத்துவர்கள் ஒரு அறுவை சிகிச்சை செய்ய வேண்டும் என்று சொன்னார்கள். ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഉടനെ എൻ തലയിൽ അറുவை சிகிச்சை செய்யப்பட்டது. ഉടനെ തന്നെ എന്റെ തലയിൽ ഒരു ഓപ്പറേഷൻ ചെയ്തു. அறுவை சிகிச்சை செய்து முடித்து நான் இப்பொழுது சுகமாய் இருக்கிறேன். ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ സുഖമായിരിക്കുന്നു. ஆனால் அவ்வப்போது என் தலையில் ஒரு வலி ஏற்படுகிறது. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് എന്റെ തലയിൽ വേദന ഉണ്ടാകുന്നു. அது கஷ்டமாக இருக்கிறது. അതെനിക്ക് വളരെ കഷ്ടമായിരിക്കുന്നു. ஆனாலும் பரவாயில்லை, பொறுத்துக் கொள்ளுகிறேன். എങ്കിലും സാരമില്ല, ഞാൻ അതിനെ സഹിക്കുന്നു. മരുத்துவமனைയിലിருந்து വിടുതിക്ക് വന്നപ്പോൾ ഞാൻ എന്റെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ താമസിക്കുന്ന മുറിയിലേക്ക് വന്നപ്പോൾ വിടുതി മുഴുവതും എരിഞ്ഞിരുന്നபடியால் ആ മുറി മുഴുവനും കത്തി ചാമ്പലായിരുന്നതിനാൽ തങ്ങുവதற்கு இடമില്ല. എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല. തങ്ക இடமில்லாததினால் താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് எனக்கு உதவி செய்த வாலிபன் தன் வீட்டில் எனக்கு இடம் கொடுத்தான். എന്നെ സഹായിച്ചതായ യൗവനക്കാരൻ അവന്റെ വീട്ടിൽ എനിക്ക് ഒരു താമസ ക്രമീകരണം ചെയ്തു. நான் அவனுடைய வீட்டில் இருக்கிறேன். ഞാൻ ആ വ്യക്തിയുടെ ഭവനത്തിലാണ്. நான் அந்த வீட்டிற்கு வந்த நாள் முதல் ഞാൻ ആ വീട്ടിൽ വന്ന ദിനം മുതൽ எனக்கும் அவனுக்கும் நெருக்கமான உறவு ஏற்பட்டது. എനിക്കും അവനും ഒരു നല്ല ഒരു ബന്ധം അവിടെ ഉണ്ടായിരിക്കുന്നു. நான் அவனை அதிகம் நேசித்தேன். ഞാൻ അധികം അവനെ സ്നേഹിച്ചു. அவனும் என்னை அதிகம் நேசித்தான். അവനും എന്നെ അധികം സ്നേഹിച്ചു. நாங்கள் இருவரும் சீக்கிரத்தில் திருமணம் செய்யலாம் என்று இருக்கிறோம். ഞങ്ങൾ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാം എന്ന് ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നു. எங்கள் திருமணம் சீக்கிரத்தில் இருக்கும். ഞങ്ങളുടെ വിവാഹം വളരെ പെട്ടെന്ന് നടക്കാൻ പോകുന്നു. കാരണം என் கர்ப்பம் வெளிப்படுவதற்கு முன்பு நான் திருமணம் செய்ய வேண்டும். ഗർഭിണിയാണെന്ന് ലോകം അറിയുന്നതിന് മുൻപ് വിവാഹം കഴിച്ചേ മതിയാകൂ. நான் இப்பொழுது கர்ப்பமாய் இருக்கிறேன். ഞാനിപ്പോൾ ഗർഭിണിയാണ്. நீங்கள் தாத்தா பாட்டி ஆவதில் சந்தோஷப்படுவீர்கள் என்று நம்புகிறேன். നിങ്ങൾ അപ്പച്ചനും അമ്മച്ചിയും ആകുന്നതിൽ സന്തോഷിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. அந்த வாலிபனுக்கு ஒரு கொடிய வியாதி உண்டு. ആ യൗവനക്കാരന് ഒരു വലിയ രോഗമുണ്ട്. அந்த வியாதி என்னையும் தொற்றி இருக்கிறது. ആ രോഗം എന്നിലേക്ക് വന്നിരിക്കുകയാണ്. அந்த தொற்று வியாதியோடு நான் கஷ்டப்படுகிறேன். ആ പകർച്ച വ്യാധി മുഖാന്തരം ഞാനും കഷ്ടപ്പെടുന്നു. முடிவுரை. അവസാനമായി அன்புள்ள அப்பா அம்மா, സ്നേഹമുള്ള പപ്പയും അമ്മയും, நீங்கள் மேலே படித்தது போல നിങ്ങൾ മുകളിൽ വായിച്ചതുപോലെ என் விடுதியில் தீப்பிடிக்கவில்லை. എന്റെ മുറിയിൽ തീ പിടിച്ചില്ല. நான் ஜன்னலில் இருந்து குதிக்கவில்லை. ഞാൻ ജന്നൽ വഴി ചാടിയതുമില്ല. என் தலையில் அடிபடவும் இல்லை. എന്റെ തലയിൽ മുറിവേറ്റതുമില്ല. எந்த வாலிபனும் என்னை மருத்துவமனைக்கு கொண்டு போகவும் இல்லை. ഒരു യൗവനക്കാരനും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയതുമില്ല. எந்த அறுவை சிகிச்சையும் எனக்கு செய்யப்படவும் இல்லை. ഒരു ഓപ്പറേഷനും എനിക്ക് ചെയ്തില്ല. எந்த வாலிபன் வீட்டில் நான் தங்கவும் இல்லை. ഒരു യൗവനക്കാരന്റെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുമില്ല. நான் திருமணம் செய்ய போவதும் இல்லை. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതുമില്ല. நான் கர்ப்பமாகவும் இல்லை. ഞാൻ ഗർഭിണിയായിരിക്കുന്നുമില്ല. எனக்கு எந்த வியாதியும் இல்லை. എനിക്കൊരു രോഗവുമില്ല. எல்லா பாடத்திலும் ஃபெயில் ஆகிவிட்டேன், மன்னித்து விடுங்கள். ഞാൻ എല്ലാ സബ്ജക്റ്റിലും ഞാൻ തോറ്റുപോയി, എന്നോട് ക്ഷമിക്കണമേ. அம்மாவும் அப்பாவும் அப்பாடான்னாங்களாம். ആമേൻ. അമ്മയും അപ്പനും അയ്യോ സമാധാനം എന്ന് പറഞ്ഞു. இந்த காதை ஏமாத்தலாம். ഈ ചെവിയെ വഞ്ചിക്കാം, ചതിക്കാം. இந்த காதை ஏமாத்த முடியும். ഈ ചെവിയെ ചതിക്കാൻ പറ്റും. நேரடியா அந்த லெட்டர்ல நான் எல்லா பாடத்திலும் ஃபெயில் ஆயிருந்தேன்னு சொல்லி இருந்தா, ഈ കത്തിൽ ആദ്യം തന്നെ എല്ലാ വിഷയത്തിലും ഞാൻ തോറ്റുപോയി എന്ന് എഴുതിയിരുന്നെങ്കിൽ அந்த அம்மா அப்பாவும் அவளை கொன்னே போட்டிருப்பாங்க. ആ മാതാപിതാക്കൾ അവളെ കൊന്നുകളയുമായിരുന്നു. ஆனா இப்ப அம்மா அப்பாவுக்கு ஒரு பெரிய நிம்மதி. ഇപ്പോൾ അപ്പനും അമ്മയ്ക്ക് വലിയൊരു സമാധാനം. என்னமோ என் பிள்ளை சுகமா இருக்கிறாள், அது போதும்டா. ആമേ, എന്തായാലും കുഴപ്പമില്ല, എന്റെ കുഞ്ഞ് സൗഖ്യത്തോടെ ഇരിക്കുന്നല്ല, അത് മതി. பாஸானா என்ன, ஃபெயில் ஆனா என்ன, തോറ്റാൽ എന്ത് ജയിച്ചാൽ എന്ത്. காதை ஏமாத்துகிறது, ചെവിയെ വഞ്ചിക്കുന്നു, ചതിക്കുന്നു. இந்த மாலை வேளையில் ഈ വൈകിവേളയിൽ நம்முடைய காது விசேஷமான காதா மாறட்டும். നമ്മുടെ ചെവി വിശേഷതയുള്ള ചെവിയായി മാറട്ടെ. இந்த உலகத்தில் உள்ளதை கேட்டு ஏமாந்து போகிற காதுகளாய் அல்ல, ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ കേട്ട് വഞ്ചിതരായി തീരുന്ന தேவன் பேசுகிறதை கேட்கிற காதுகளாய், ദൈവം പറയുന്നതിനെ കേൾക്കുന്ന ചെവികളായി. அவர் பேசும்போது, ആ ദൈവം സംസാരിക്കുമ്പോൾ, அவர் சித்தம் வெளிப்படும்போது, ആ ദൈവത്തിന്റെ ഹിതം നിറവേറ്റപ്പെടുമ്പോൾ, அவர்
பொய்யுரையாத தேவன். അവൻ ഒരിക്കലും കള്ളം പറയുന്ന அவர் ദൈവമല്ല. பொய் சொல்ல മനുഷ്യൻ அல்ல. അവൻ കള്ളം പറയാൻ ഒരു മനുഷ്യനല്ല. அவர் மனமாற மனுபுத்திரன் அல்ல. അവൻ മനസ്സുമാകാൻ ഒരു அவர் മനുഷ്യനല്ല. சொன்னதை செய்யாதிருப்பாரோ? അവൻ പറഞ്ഞതിനെ സാധിപ്പിക്കാതിരിക്കുമോ? வசனித்ததை நிறைவேற்றாதிருப்பாரோ? അവൻ പറഞ്ഞതിനെ പൂർത്തീകരിക്കാതിരിക്കുമോ? உங்களுக்கு சொன்ன அத்தனையும் கர்த்தர் நிறைவேற்றுவார். നിങ്ങളോട് പറഞ്ഞ സകലത്തെയും விசுவாசித்தால் ദൈവം நல்ல നിറവേറ്റും. கரங்களை தட்டி വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ஹalleluya ഹല്ലേലൂയ ஹalleluya ഹല്ലേലൂയ. ஆண்டவர் என்ன பேசுகிறார்? കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. ஆண்டவர் என்ன பேசுகிறார்? കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. ஆண்டவர் பேசுகிறது காதுகளிலே விழுகிறதா? കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മുടെ ചെവികളിൽ വീഴുന്നുണ്ടോ? தேவ சித்தம் காதுகளில் கேட்கிறதா? ദൈവഹിതം നിങ്ങളുടെ ചെവികൾക്കകത്ത് മുഴങ്ങുന്നുണ്ടോ? நம் காதுகள் தேவ சத்தத்தை கேட்கிற காதுகளா இருக்கிறதா? നമ്മുടെ ചെവികൾ ദൈവ ശബ്ദം കേൾക്കുന്ന ചെവികളായിരിക്കുന്നുണ്ടോ? இது வித்தியாசமான காதுகள். ഇത് വ്യത്യസ്തതയുള്ള ചെവികളായി മാറട്ടെ. 40 நாட்களாய் கோலியாத் வந்து நின்று மிரட்டுகிறான். 40 ദിവസങ്ങളായി ഗോലിയാത്ത് വന്നു നിന്ന് വെല്ലുവിളിക്കുന്നു. 40 നാളായി മിരട്ടുகிறான். 40 ദിവസം കൊണ്ട് വെല്ലുവിളിക്കുന്നു. ஆனால் எல்லார் காதுகளும் மங்கி போன காதுகளாய் போய். എന്നാൽ എല്ലാ ചെവികളും അതിനെ കേൾക്കാത്ത ചെവികളായി മാറ്റപ്പെട്ടു. சவுலை பொறுத்தவரை வந்துட்டானா சொல்றானா சொல்லிட்டு போறான். ആമേ. സൗലിനെ സംബന്ധിച്ചിടത്തോളം അവൻ വന്നു, അവൻ പറഞ്ഞിട്ട് പോട്ടെ. அவன் தான் டெய்லி வரானே. അവൻ എല്ലാ ദിവസവും വരുന്നല്ലോ. அவன் தான் சத்தம் போடுறானே. അവൻ തന്നെ ശബ്ദം ഉയർത്തുന്നല്ലോ. இது ஒண்ணு புதுசு இல்லையே. ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. இப்படிதான் சவுலின் காதுகள் இருந்தது. ഇങ്ങനെയാണ് സൗലിന്റെ ചെവികളായിരുന്നത്. ஆனால் ஒரு இளைஞன் வந்தான். എന്നാൽ ഒരു യൗവനക്കാരൻ വന്നു. ஆனால் இந்த இளைஞன் காதுகள் வித்தியாசமானது. എന്നാൽ ആ യൗവനക്കാരന്റെ ചെവികൾ വ്യത്യസ്തതയുള്ള ചെവികളായിരുന്നു. தேவனை நிந்திக்கிறதற்கு விருத்த சேதனம் இல்லாத இந்த பெலிஸ்தியன் எம்மாத்திரம். ഓ എന്റെ ദൈവത്തെ നിന്ദിപ്പാൻ ഈ പരിച്ഛേദന ഇല്ലാത്ത ഈ ആമേൻ ഫെലിസ്ത്യൻ എന്തുമാത്രമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. வித்தியாசமான காதுகள். അവൻ വ്യത്യസ്ത ചെവികൾ ഉള്ളവനായിരുന്നു. 600 பேர் கல்லை தூக்கினார்கள். 600 பேர் கல்லை தூக்கினார்கள். 600 പേർ കല്ലിനെ അവൻ എടുത്തു. தாவீது தான் எல்லாவற்றுக்கும் காரணம். ദാവീദ് തന്നെയാണ് എല്ലാറ്റിനും കാരണം. இவனை கொன்றால் போதும். ഈ ദാവീദിനെ കൊന്നാൽ മതി. சிக்லாக்கிலே நடந்த சம்பவத்தில் സിക്ലാഗിൽ നടന്ന സംഭവത്തിൽ எல்லாரும் கூட இருக்கிற சகோதரர்கள் கல்லை எடுத்தார்கள். കൂടെ ഇരുന്ന സഹോദരന്മാർ ദാവീദിനെ കൊല്ലാൻ കല്ലുകൾ എടുത്തു. 600 ஆண்கள் அழுதார்கள். 600 ആണുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 600 ஆண்கள் அழுதார்கள். ആ 600 ആണുങ്ങൾ കരഞ്ഞു. 600 ஆண்கள் சேர்ந்து அழுதா எப்படி இருக்கும் தெரியுமா? 600 പുരുഷന്മാർ ചേർന്ന് കരഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് അറിയാമോ? 600 ஆண்கள் சேர்ந்து கை தட்டினா எப்படி இருக்கும் தெரியுமா? 600 ആണുങ്ങൾ ചേർന്ന് കൈയടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? 600 ஆண்கள் சேர்ந்து அல்லேலூயா சொன்னா எப்படி இருக்கும் தெரியுமா? 600 സഹോദരന്മാർ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? 600 ആண்கள் சேர்ந்து சிரிச்சா எப்படி இருக்கும் தெரியுமா? 600 ആണുങ്ങൾ ചേർന്ന് ചിരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? 600 ஆண்கள் சேர்ந்து அந்நிய பாஷை பேசினா எப்படி இருக்கும் தெரியுமா? 600 ആണുങ്ങൾ ചേർന്ന് അന്യഭാഷ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? தெரியுமா? അതറിയാമോ നിങ്ങൾക്ക്? நாளைக்கு காலைல ஆண்கள் முகாமுக்கு வாங்க. നാളെ രാവിലെ ആണുങ്ങളുടെ യോഗത്തിന് മെൻസ് ഫെലോഷിപ്പിന് വരിക. வந்து பாருங்க எப்படி இருக்குன்னு. വന്ന് നോക്കുക എങ്ങനെ ഇരിക്കുന്നെന്ന്. 2 ஆம்பளை சேர்ந்து அழுதாலே வீடு தாங்காது. ആമേ. 2 ആണുങ്ങൾ ചേർന്ന് കരഞ്ഞാലേ ആ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? 600 ஆண்கள் சேர்ந்து அழுதா 600 സഹോദരങ്ങൾ ചേർന്ന് കരയുന്നു. 600 ஆண்கள் ஒப்பாரி வச்சா 600 പേർ നിലവിളിക്കുന്നു. இடமே அதிருது. ആ ഇടം കുലുങ്ങുകയാണ്. സ്ഥലം எல்லாம் பயம் உண்டாகிறது. വളരെ ഭയമുണ്ടാകുന്നു. கல்லை எடுத்தார்கள். അവർ കല്ലുകൾ എടുത്തു. தாவீதின் காதுகள் 600 ஆண்கள் இடத்தில் இல்லை. ആമേൻ. ദാവീദിന്റെ ചെവികൾ ഈ 600 പുരുഷന്മാരുടെ ശബ്ദമല്ല കേട്ടത്. 600 பேர் என்ன வேணாலும் சொல்லட்டும். 600 പേർ എന്തും പറയട്ടെ. 600 பேர் என்ன வேணாலும் பேசட்டும். 600 പേർ എന്തും പറയട്ടെ. பரலோக தேவன் என்ன சொல்லுகிறார்? സ്വർഗ്ഗത്തിലെ ദൈവം എന്നോട് എന്ത് പറയുന്നു? என் ஆண்டவர் என்ன சொல்லுகிறார்? എന്റെ ദൈവം എന്നോട് എന്ത് என் പറയുന്നു? ஆண்டவர் என்னோடு என்ன பேசுவார்? എന്റെ ദൈവം എന്നോട് എന്ത് സംസാരിക്കുന്നു? அல்லேலூயா. ഹല്ലേലൂയ. தாவீது தன்னை தேவனாகிய கர்த்தருக்குள்ளே திடப்படுத்திக் கொண்டார். ദാവീദ് തന്നെ ദൈവമായ കർത്താവിങ്കൽ താൻ ധൈര്യപ്പെട്ടു. செவிகளை ஆயத்தப்படுத்தி നിങ്ങളുടെ ചെവികളെ ഒരുക്കുക. ஏபோத்தை கொண்டு வா. ഏഫോത്തിനെ കൊണ്ടുവരിക. அதை போர்த்திக் கொண்டு கர்த்தரிடத்திலே விசாரித்தான். അതിനെ ധരിച്ചും കൊണ്ട് ദൈവത്തോട് ചോദിച്ചു, நான் போகலாமா? ഞാൻ പോകട്ടോ? நான் அந்த தண்டை பின்தொடரலாமா? ഞാൻ ആ ജനത്തെ പിന്തുടരട്ടോ? நான் அதை പിടിப்பேனா? എനിക്കതിനെ ജയിക്കാൻ കഴിയുമോ? கர்த்தரிடத்தில் விசாரித்தான். അവൻ കർത്താവിനോട് ചോദിച്ചു. கர்த்தர் பேசுகிறார். ദൈവം സംസാരിച്ചു. எழுந்து போ. എഴുന്നേറ്റ് പോ. நீ பின்தொடர்ந்து போ. നീ അവരെ പിന്തുടരുക. நீ பிடித்துக் கொள்ளுவா. നീ അവരെ പിടിച്ചുകൊണ്ട് நீ വരിക. திருப்பிக் கொள்ளுவா. നീ അവരെ തിരിച്ചു കൊണ്ടുവരൂ. தாவீது கர்த்தருடைய சித்தத்தை கேட்கிற
കാതുകൾ ഉടയവനാണ്. ദാവീദ് ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ചറിയുന്ന ചെവികൾ ഉള്ളവനായിരുന്നു. എത്ര പേർ അത് വിരുമ്പുறீங்க? എത്ര പേർ അത് ആഗ്രഹിക്കുന്നു? വലത് കരത്തെ ഉയർത്തി വലക്കര ഉയർത്തുക. കണ്ണ മൂടി சொல்லுங்க, ആண்டവരേ കണ്ണടച്ചു പറയുക, കർത്താവേ എൻ ചെവിയെ ആയത്തപ്പെടുത്തു. എന്റെ ചെവികളെ ഒരുക്കണമേ. ഞാൻ ദേവ ചിത്തത്തെ കേൾக்கிற ചെവികൾ ഉടയവനാണ്. ഓ, ഞാൻ ദൈവ ഹിതത്തെ തിരിച്ചറിയുന്ന ചെവികൾ ഉള്ളവനാണ്. എന്നെ ഭയമുറുത്തുகிற വാർത്തകൾ അല്ല, എന്നെ ഭയപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുന്ന ചെവി ഉള്ളവനായിട്ടല്ല. എന്നെ കലങ്ക பண்ணுகிற വാർത്തകൾ അല്ല, എന്നെ കലങ്ങുമാകാക്കുന്ന വാക്കുകൾ കേൾക്കുന്ന ചെവി ഉള്ളവനായിട്ടല്ല. இந்த உலகம் என்ன வேண்டுமானாலும் பேசட்டும், ഈ ലോകം എന്നെ കുറിച്ച് എന്തും പറയട്ടെ, அந்த வார்த்தைகள் அல்ல, ആ വാക്കുകളല്ല. பரலோக தேவன் பேசுகிற வார்த்தைகள், സ്വർഗ്ഗത്തിലെ ദൈവം സംസാരിക്കുന്ന വാക്കുകൾ, சித்தத்தின் வார்த்தைகள், ദൈവഹിതത്തിന്റെ വാക്കുകൾ என் காதுகளிலே ധ്വനിப்பதாக, ചെവികളിൽ ധ്വനിക്കട്ടെ. அதை கர்த்தர் செய்வார் என்று விசுவாசிக்கிறவர்கள் கரங்களை தட்டி ஆண்டவருக்கு நல்ல நன்றி செலுத்துங்க. അത് കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ നന്നായി കരമടിച്ച് ആ ദൈവത്തിന് നന്ദി പറയാം. ஆமென், ആമേൻ, ஆமென், ആമേൻ. அவர் சத்தத்தை கேட்கிற செவிகளா, ആ ദൈവ ശബ്ദം കേൾക്കുന്ന ചെവികൾ நம்மை உருவாக்குகிறார். നമ്മെ ദൈവം നിർമ്മിച്ചെടുക്കുന്നു. தேவ சித்தத்தை அறிந்து கொள்ள, ദൈവഹിതം തിരിച്ചറിയുവാൻ. രണ്ടാമതായി നമ്മെ എதற்கு ഉരുവാക്കുகிறார்? നമ്മെ ദൈവം എന്തിനു വേണ്ടി നിർമ്മിക്കുന്നു? தேவ சித்தத்தில் இருக்க, ദൈവഹിതത്തിൽ നാം ഇരിക്കുന്നതിന് വേണ്ടി. தேவ சித்தத்தில் இருக்க வேண்டும். ദൈവഹിതത്തിൽ നാം ഇരിപ്പാൻ. தேவ சித்தத்தை அறிந்து கொள்வது சந்தோஷம். ദൈവഹിതം അറിയുന്നത് സന്തോഷമാണ്. ஆனா தேவ சித்தத்திலேயே தங்கி இருக்கணும். എന്നാൽ ദൈവഹിതത്തിനകത്ത് തന്നെ നാം നിലനിൽക്കണം. தேவ சித்தத்தை விட்டு ஓடக்கூடாது. ദൈവഹിതത്തെ വിട്ട് നാം ഓടരുത്. நாம் அங்கே தங்க வேண்டும். നാം അവിടെ തങ്ങണം. அங்க தங்கணும்னா അവിടെ നിലനിൽക്കണമെങ്കിൽ கண்கள் விசேஷமானதா இருக்கு. കണ്ണുകൾ വിശേഷതയുള്ളതായി മാറണം. பக்கத்துல பார்த்து சொல்லுங்க, வித்தியாசமான கண்ணு. അടുത്തിരിക്കുന്നവരെ നോക്കി പറയുക, വ്യത്യസ്തതയുള്ള കണ്ണ്. நல்லாவே சொல்லுங்க, வித்தியாசமான கண்ணு. നന്നായി പറയുക, നിങ്ങളുടെ കണ്ണുകൾ വ്യത്യസ്തത ഉള്ളതാകട്ടെ. ஹalleluya, ഹല്ലേലൂയ. வித்தியாசமான காது, വ്യത്യാസമായ ചെവികൾ. இரண்டாவது வித்தியாசமான கண்ணு. രണ്ടാമതായി വ്യത്യസ്തതയുള്ള കണ്ണുകൾ. இந்த கண்ணு ரொம்ப பவர்ஃபுல் ஆனது. ഈ കണ്ണ് വളരെ ശക്തിയേറിയതാണ്. நம்மட்ட இருக்கிறது எல்லாமே பவர்ஃபுல் தான். നമ്മളിരിക്കുന്ന സകലതും ശക്തിയേറിയത് തന്നെയാണ്. கண்ணு ரொம்ப பவர்ஃபுல். കണ്ണ് വളരെ ശക്തിയേറിയതാണ്. எவ்வளோ பெரிய பில்டிங்க கட்டினாலும், എത്ര വലിയ കെട്ടിടത്തെ പണിതാലും மேல ஒரு பூசணிக்காய் வச்சிருக்கு, മുകളിൽ ആമേൻ ഒരു 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 രൂപം കൊത്തിയതായ ഒരു ബോൾ അല്ലെങ്കിൽ ഒരു പീണിക്ക് അവിടെ കാണാൻ പറ്റും. என்னன்னா இவன் கண்ணு போட்டக்கூடாது. എന്തുകൊണ്ടെന്നാൽ വേറൊരു മനുഷ്യന്റെ കണ്ണ് ആ കെട്ടിടത്തിൽ പതിക്കരുത്. ஒரு நாள் ஒரு கார் நல்ல பெரிய விலை உயர்ந்த கார், ഒരു ദിവസം വളരെ വില ഉയർന്ന കാറ്, പല കോടി പെരുമാനം ഉള്ള കാർ, പല കോടി വിലയുള്ള കാറ് മുന്നാല പോത്, അത് മുൻപിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. அந்த காருக்கு பின்னால ஒத்த செருப்பு தொங்குது. ആമേൻ. എന്നാൽ ആ കാറിന്റെ പിന്നിൽ ഒരു ചെരുപ്പ് തൂങ്ങി കിടക്കുകയാണ്. அந்த கார் ஓனர் கார் கம்பெனியை நம்பல. ആമേൻ. ആ കാറിന്റെ ഉടമസ്ഥൻ കാറിന്റെ ആ കമ്പനിയെ വിശ്വസിക്കുന്നില്ല. அந்த கார் எவ்வளவு சேஃப்டி அதெல்லாம் நம்பல. ആ കാറിൽ എത്രത്തോളം സംരക്ഷണം ഉണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നില്ല. ഓട്ടർ ഡ്രൈവറെ നമ്പല. ഓടിക്കുന്ന ഡ്രൈവർ വിശ്വസിക്കുന്നില്ല. പിന്നാടി തൂങ്ങുற ഒരു ചെരുപ്പ നമ്പിയിരിക്കാൻ. പുറകിൽ തൂങ്ങുന്ന ഒരൊറ്റ ചെരുപ്പിനെ മാത്രമാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ஏன்னா நம்ம கண்ணு அவ்வளவு பவர்ஃபுல். കാരണം മറ്റുള്ളവരുടെ കണ്ണ് അത്രയ്ക്കും ശക്തിയേറിയതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ஒருத்தர் வீடு கட்டி முடிச்சாரு. ഒരു വ്യക്തി ഭവനം പണിത് പൂർത്തീകരിച്ചു. அப்போ அவருடைய கூட பிறந்த சகோதரியை கூப்பிடல. അദ്ദേഹം തന്റെ കൂടെ ജനിച്ച തന്റെ സഹോദരിയെ താൻ വിളിച്ചില്ല. நான் ஏன் கூப்பிடலன்னு கேட்டேன். എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിച്ചു. അവ பார்த்து അവൾ നോക്കി എന്ന് പറഞ്ഞാൽ இந்த வீடே விளங்காது. ഈ വീട് ഒരിക്കലും പിന്നെ പ്രയോജനമില്ലാത്തതായി മാറും. കണ്ണ് அவ்வளவு பவர்ஃபுல். അത്രയ്ക്ക് അവളുടെ കണ്ണ് ശക്തിയേറിയതാണ്. பக்கத்துல இருக்கவங்கள பார்த்து சொல்லுங்க, உங்க கண்ணு ரொம்ப ரொம்ப பவர்ஃபுல். അടുത്തിരിക്കുന്നവരെ നോക്കി പറയും, നിങ്ങളുടെ കണ്ണ് വളരെ വളരെ ശക്തിയേറിയതാണ്. ഹല്ലേലൂയ. அவ்வளவு பவர்ஃபுல்லான கண்ணு, അത്രയും ശക്തിയേറിയ കണ്ണ്. ஆனா இந்த கண்ணு ஏமாந்துரும். എന്നാൽ ഈ കണ്ണും വഞ്ചിക്കപ്പെട്ടു പോകും. இந்த கண்ணு ஆண்டவரை மட்டும் தான் பார்க்கணும். ഈ കണ്ണ് ദൈവത്തെ മാത്രമേ നോക്കാവൂ. கர்த்தர் வச்சிருக்கிற சித்தத்தை மட்டும் தான் பார்க்கணும். ദൈവഹിതത്തെ മാത്രം നമ്മുടെ കണ്ണ് കാണണം. പാസ്റ്റർക്ക് ഇരിக்கிறத நான் വിരുம்பினா நான் செத்தேன், எனக்கு இருக்கிறத அவர் വിരുம்பினா அவர் செத்தார். പാസ്റ്ററിന് ഇരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ആഗ്രഹിച്ചാൽ ആമേൻ പാസ്റ്റർ ചത്തു, എനിക്കിരിക്കുന്നതിനെ കുറിച്ച് പാസ്റ്റർ ആഗ്രഹിച്ചാൽ അദ്ദേഹം മരിച്ചു. അല്ലേ? അങ്ങനെയല്ലേ? இந்த கண்ணு அவ்வளவு மோசம். ഈ കണ്ണ് അത്രയ്ക്ക് ശക്തിയേറിയതാണ്. ഒരു കമ്പനി ഇരുந்துச்சா, ரெண்டுத்துல என்னை சாவடிச்சார். நீங்க தான் சொன்னீங்க. കുറച്ച് മലയാളം അറിയാം.
நான் மலையாளம் பேசின ஒரு ஆளுக்கே டிரான்ஸ்லேட் பண்ணியிருக்கேன். அந்த கதை இப்ப வேண்டாம். ஒரு கம்பெனி, ஒரு വലിയ കമ്പനി, அந்த கம்பெனில இருந்து ஒருத்தர் வெளியில சாயங்காலம் வேலை முடிச்சு வீட்டுக்கு போறாரு. കമ്പനിയിൽ നിന്ന് ഒരു വ്യക്തി ജോലി കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. அப்ப போகும்போது வீல் பேரோன்னா தெரியுதா, அந்த தள்ளு வண்டி. ഓക്കെ, അദ്ദേഹം ഈ കമ്പനിയുടെ പുറത്തേക്ക് വരുമ്പോൾ ഒരു ഉന്ത് വണ്ടി ഉണ്ടല്ലോ, അർബാന നമ്മൾ പറയുന്ന, അതുകൊണ്ട് அந்த வீல் பேரோல ஒரு சின்ன டப்பா, ആ വണ്ടിയിൽ ഒരു ചെറിയ ബോക്സ് വെച്ചിരിക്കുന്നു. ബോക്സ് ഉള്ളറ വെച്ച് തള്ളിട്ട് പോறார். അദ്ദേഹം ഒരു ബോക്സ് അതിനകത്ത് വെച്ച് അത് തള്ളിക്കൊണ്ട് പോകുകയാണ്. കമ്പനി വാസലുക്ക് വന്നിട്ട് അദ്ദേഹം ആ കമ്പനിയുടെ വാതിൽക്കലെത്തി. ഒരു വാച്ച്മാൻ ഇരിക്കണം, അവിടെ ഒരു വാച്ച്മാൻ ഉണ്ട്. அந்த വാച്ച്മാൻ കേട്ടാ, ആ വാച്ച്മാൻ ചോദിച്ചു, அந்த பாக்ஸ்ல என்ன இருக்கு, ആ ബോക്സിൽ എന്താണ്? அப்ப அவர் சொன்னாரு, അദ്ദേഹം പറഞ്ഞു, இந்த அந்த கம்பெனி, இந்த அறுக்கிற கம்பெனி, வுட் அறுக்கிற கம்பெனி, അത് തടി അറുക്കുന്നതായ ഒരു കമ്പനിയാണ്. അതിൽ இருக்கிற தூள், തടികളുടെ പൊടി, அந்த தூள் தான் அதுல வச்சிருக்கிறேன், ആ മരപ്പൊടിയാണ് അതിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. எனக்கு கொஞ்சம் தேவைப்படுது, എനിക്കത് കുറച്ച് ആവശ്യമാണ്, എങ്ക കാട്ട്, അതിനെ നീ കാണിക്കുക. ബോക്സ് തുറന്ന് അദ്ദേഹം ബോക്സിനെ തുറന്ന് കാണിച്ചു. ഉള്ളറ മരത്തൂൾ தான் இருந்துச்சு, അത് മരപ്പൊടി തന്നെയാണ് ഉള്ളിലുണ്ടായിരുന്നത്. அந்த വാച്ച്മാൻ பார்த்துட்டு சரி போ அப்படினு அனுப்பி. ആ വാച്ച്മാൻ പറഞ്ഞു പോകാം. അടുത്ത നാൾ, രണ്ടാമത്തെ ദിവസം അതേ മരിയ വந்தார். അതുപോലെ അദ്ദേഹം വന്നു. വാച്ച്മാൻ കേട്ട, என்ன എടുത്തിട്ട് പോറേ? വാച്ച്മാൻ ചോദിച്ചു, എന്താണ് കൊണ്ടുപോകുന്നത്? നേത്ത് പോലെ தான் എടുത്തിട്ട് പോറേ. ഇന്നലത്തെ പോലെ തന്നെയാണ്, മരപ്പൊടി തന്നെയാണ്. മരപ്പൊടി தான் എടുത്തിട്ട് പോറേ. മരപ്പൊടി തന്നെയാണ്. ശരി, എടുത്ത് കാട്ട്, ഒന്നുകൂടെ കാണിക്ക് നീ. തുറന്ന് കാട്ടണം. അദ്ദേഹം തുറന്ന് കാണിച്ചു. വാച്ച്മാൻ ഇപ്പോ കൈ വെച്ച് പാത്ത. വാച്ച്മാൻ ഇപ്പോൾ കൈ വെച്ച് നോക്കി. മരപ്പൊടി தான், അത് മരപ്പൊടി തന്നെയാണ്. ശരി പോ, ശരി പോ. മൂന്നാമത്തെ നാളാச்சு, മൂന്നാം ദിവസമായി. മൂന്നാമത്തെ നാളും ഇതേ പോലെ വந்தார். മൂന്നാമത്തെ ദിവസം ഇതുപോലെ വന്നു. എന്നാ കൊണ്ടുപോറേ? എന്ത് കൊണ്ടുപോകുന്നു? മരപ്പൊടി தான் കൊണ്ടുപോകുന്നത്. മരപ്പൊടി തന്നെയാണ് കൊണ്ടുപോകുന്നത്. നാലാമത്തെ നാളാச்சு, നാലാമത്തെ ദിവസം. അഞ്ചാമത്തെ നാൾ, അഞ്ചാം ദിവസവും. പത്താമത്തെ നാൾ, പത്താം ദിവസവും. 20ാമത്തെ നാൾ, 20ാം ദിവസവും. വാച്ച്മാൻ പാത്തുകിട്ടേ ഇരിക്കാർ. ഈ വാച്ച്മാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. നീ ഡെയിലി മരപ്പൊടി കൊണ്ടുപോറിയേ? ഇവർ എല്ലാ ദിവസവും ഈ മരപ്പൊടി കൊണ്ടുപോകുന്നു. ആനാ എനിക്ക് ഏതോ സന്ദേഹമാ ഇருக்கு. എന്നാൽ എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നു. അപ്പോ ഒരു നാൾ കേട്ടാരാ, ഒരു ദിവസം ചോദിച്ചു, നീ മരപ്പൊടി കൊണ്ടുപോറതാ എൻകിட்ட சொல்ற? നീ മരപ്പൊടിയാണ് കൊണ്ടുപോകുന്നതെന്ന് എന്നോട് പറഞ്ഞു. ആനാ എൻ മനസ്സിൽ നീ എதையோ കളവാണ്ട് പോற மாதிரியே இருக்கு. എന്നാൽ എന്റെ മനസ്സിൽ നീ എന്തോ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നീ എൻകിட்ட சொல்லு, നീ അതെന്നോട് പറ. എന്നെ തിരടിട്ട് പോറன்னு சொல்லு. എന്താണ് നീ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്? ഞാൻ ആർട്ടി சொல்லி ആരോടും പറയില്ല. അപ്പൊ ഇവർ சொன்னாரா, ഇദ്ദേഹം പറഞ്ഞു, ഡെയിലി ഒരു വീൽ ബാരോ തിരടിട്ട് പോறேன்னா, ഓരോ ദിവസവും ഞാൻ ഓരോ അർബാൻ ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. நம்ம கண்ணை ஏமாத்திடலாம், നമ്മുടെ കണ്ണിനെ വഞ്ചിക്കാം. இந்த உலகத்தில் பார்ப்பதெல்லாம் மாயை, ഈ ലോകത്തിൽ കാണുന്നതെല്ലാം മായയാണ്. இந்த உலகத்துல பார்க்கிறதெல்லாம் மாறிக்கிட்டே இருக்கும். ഈ ലോകത്ത് നാം കാണുന്നതെല്ലാം അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. இன்னைக்கு இப்படி இருக்கு, நாளைக்கு வேற மாதிரி இருக்கும். ഇന്ന് ഇങ്ങനെയായിരിക്കും, നാളെ മറ്റൊരു അവസ്ഥയിലായിരിക്കും. ஆனால் ஒன்று சொல்லுகிறேன், എന്നാൽ ഒരു കാര്യം പറയാം, കർത്തരുടെ சித்தம் മാത്രം മാറവേ, മാത്രം ഒരിക്കലും മാറിപ്പോകുന്നതല്ല. ദൈവസിത്തം മാറാതെ, ദൈവഹിതം ഒരിക്കലും മാറിപ്പോകുന്നതല്ല. കണ്ണുകൾ ദൈവസിത്തത്തെ பார்க்கணும். നമ്മുടെ കണ്ണുകൾ ദൈവഹിതത്തെ കാണട്ടെ. ദൈവസിത്തത്തിൽ ഇരിക്കണം. ദൈവഹിതത്തിൽ നമ്മുടെ കണ്ണുകൾ ഇരിക്കട്ടെ. ദൈവസിത്തത്തെ വിട്ട് വെളിയില പോകൂടാതെ. ദൈവഹിതത്തിൽ നിന്ന് പുറത്ത് നാം പോകരുത്. ദാവീദ് അഭിഷേകം മണ്ണിയാച്ചു. ദാവീദിനെ അഭിഷേകം ചെയ്തു. ദാവീദ് സാമുവേൽ വീട്ടിற்கு வந்து അഭിഷേകം பண்ணினான். ദാവീദിന്റെ ഭവനത്തിലേക്ക് വന്ന് ദാവീദിനെ ശമൂവേൽ അഭിഷേകം ചെയ്തു. ஆனால் അഭിഷേകം பெற்ற ദാവീദ് നേരെ ആട് മന്തയ്ക്ക് പോയി ആടുകളെ മേയ്ക്കാൻ. എന്നാൽ അഭിഷേകം പ്രാപിച്ച ദാവീദ് വീണ്ടും ആടുകളെ മേയ്ക്കാനായി കടന്നുപോയി. കാരണം ദാവീദുക്ക് தெரியும், കാരണം ദാവീദിന് അറിയാം, ഇപ്പോ ഇതാണ് ദൈവസിത്തം, ഇപ്പോഴിതാണ് ദൈവഹിതം, ഇപ്പോ ഞാൻ ഇങ്ങதான் ഇരിക്കണം, ഇപ്പോൾ ഞാൻ ഇവിടെയാണ് ഇരിക്കേണ്ടത്, എനിക്ക് ഒരു വേളை വരും, എനിക്കൊരു സമയം വരും, അതുവരെ കാത്തിരിപ്പേൻ, ആ സമയം വരെ ഞാൻ കാത്തിരിക്കും. இந்த மாலை வேளையில் கர்த்தருடைய சித்தத்திலே தங்கி இருக்கிறவர்களாக இருக்க கர்த்தர் உதவி செய்வார். ഈ വൈകിയ വേളയിലും ദൈവഹിതത്തിനകത്ത് നിലനിൽക്കുന്നവരായി മാറ്റപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റർ நிறைய திறமை இருக்கலாம், ഒരു പക്ഷേ ദൈവദാസന്മാരെ ഒത്തിരി കഴിവുകൾ ഉണ്ടായിരിക്കാം, நிறைய ടാലന്റ് இருக்கலாம், ഒത്തിരി താലന്തുകൾ ഉണ്ടായിരിക്കാം, நிறைய ദർശനങ്ങൾ இருக்கலாம், ഒത്തിരി ദർശനങ്ങൾ ഉണ്ടായിരിക്കാം, நிறைய காரியங்களை கர்த்தர் பேசி இருக்கலாம், ഒത്തിരി കാര്യങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കാം. இன்றைக்கு கர்த்தர் உங்களை எங்கே வைத்திருக்கிறாரோ அங்கேயே தங்கி இருப்பீர்களேயானால் ஏற்ற வேளை வரும்போது உங்களுக்கான உயர்வுகளை கர்த்தர் திறக்க வல்லமை உள்ளவராய் இருக்கிறார். ഇന്ന് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിശ്വസ്തയോടെ ഇരുന്നാൽ ഏറ്റ കാലം വരുമ്പോൾ നിങ്ങളെ ഉയർത്തി വയ്ക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ.
தாவீதை சவுல் கொல்ல நினைக்கிறான். ദാവീദിനെ ശൗൽ കൊല്ലുവാൻ ചിന്തിക്കുന്നു. கையில ஈட்டியை வைத்திருக்கிறான். അവൻ കയ്യിൽ കുന്തം വെച്ചിട്ടുണ്ട്. ஆனால் தாவீதின் கையில் ஒரு சுரமண்டலம் இருந்தது. എന്നാൽ ദാവീദിന്റെ കയ്യിൽ നല്ലൊരു വീണയുണ്ടായിരുന്നു. அவன் சுரமண்டலத்தை வாசித்தான். അവൻ ആ വീണ വായിച്ചു. அவனுக்கு தெரியும், അവനറിയാം, நான் தேவ சித்தத்திலேயே தங்க வேண்டும். ഞാൻ ദൈവഹിതത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. എത്ര പേർ അത് വാഞ്ചിக்கிறீங்க? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കഷ്ടமா இருக்கலாம், ഒരുപക്ഷെ കഷ്ടമായിരിക്കാം, കണ്ണീരാ இருக்கலாம், കണ്ണീരായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ, പാടുകളാ இருக்கலாம், വേദനകളായിരിക്കാം. இந்த குடும்பத்தை விட்டு ஓடிட்டா நல்லா இருக்குமே, ഈ ഭവനത്തെ വിട്ടൊന്ന് ഓടിപ്പോയാൽ കൊള്ളാമെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് இந்த തോന്നാം. குடும்பம் எனக்கு வேண்டாமே, ഈ വീട് എനിക്ക് വേണ്ട, இந்த வேலை எனக்கு ഈ வேண்டாமே, ജോലി എനിക്ക് വേണ്ട, இந்த உறவுகள் எனக்கு ഈ வேண்டாமே, ബന്ധങ്ങൾ എനിക്ക് വേണ്ട, நான் எல்லாவற்றையும் விட்டு போகிறேன் ഈ എല്ലാറ്റെയും വിട്ടിട്ട് ഞാൻ പോകുന്നു என்று நினைக்கலாம். എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കാം. ஆனால் கர்த்தர் உங்களை ஒரு சித்தத்திலே வைத்திருக்கிறார். എന്നാൽ കർത്താവ് നിങ്ങളെ ഒരു തന്റെ ദൈവിക ഹിതത്തിനകത്ത് ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്നു. அறிந்தால் மாத்திரம் போதாது, ദൈവഹിതത്തെ നിങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, சித்தத்திலே தங்க வேண்டும். നിങ്ങൾ ദൈവഹിതത്തിൽ നിലനിൽക്കണം, சித்தத்திலே தங்க வேண்டும். നിങ്ങൾ ദൈവഹിതത്തിൽ നിലനിൽക്കണം. கைகளை உயர்த்தி ஆண்டவரே உம்முடைய சித்தத்திலே நான் இருக்க வேண்டும். കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പറ, കർത്താവേ നിന്റെ ഹിതത്തിൽ ഞാൻ നിലനിൽക്കണം. உம்முடைய சித்தத்தை விட்டு வெளியே போகாதபடி என்னை காத்துக்கொள்ளும். അങ്ങയുടെ ഹിതം വിട്ട് ഞാൻ പുറത്തു പോകാതെ എന്നെ സംരക്ഷിക്കണമേ. என் கண்கள் எங்கெல்லாமோ பார்க்க கூடாது, എന്റെ കണ്ണുകൾ എല്ലായിടവും നോക്കുന്ന കണ്ണുകളായിട്ടല്ല, என் கண்கள் தேவ சித்தத்திலே தங்கி இருக்கிற கண்கள், എന്റെ കണ്ണുകൾ ദൈവഹിതത്തിനകത്ത് തങ്ങി നിൽക്കുന്ന കണ്ണുകളായി. கர்த்தர் அந்த கிருபையை தருவார் என்று விசுவாசிக்கிறவர்கள் கரங்களை தட்டி ஆண்டவருக்கு மகிமை செலுத்துவோம். കർത്താവ് കൃപ തരും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ചാ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായി നമ്മை உருவாக்குகிறார், നമ്മെ ദൈവം നിർമ്മിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവഹിതത്തെ ചെയ്യ, ദൈവഹിതം ചെയ്യുവാൻ ദൈവം നമ്മെ നിർമ്മിക്കുന്നു. ദൈവഹിതത്തെ അറിയണോ, ദൈവഹിതം അറിയണം, ദൈവഹിതത്തിൽ ഇരിക്കണോ, ദൈവഹിതത്തിൽ നാം ഇരിക്കണം. മൂന്നാമതായി ദൈവഹിതത്തെ ചെയ്യ വേണം, ദൈവഹിതത്തെ നാം ചെയ്യണം. தேவனுடைய சித்தத்தை உங்கள் வாழ்வில் செய்யுங்கள். ദൈവഹിതത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുക. വ്യത്യസ്തமான இருதயம் வேண்டும், നിങ്ങളുടെ വ്യത്യസ്തമായ ഒരു ഹൃദയം നിങ്ങൾക്ക് ആവശ്യം. വലതുകരത്തെ ഉയർത്തി ആண்டവരേ എനിക്ക് വ്യത്യസ്തமான കരം ഉയർത്തി കർത്താവിനോട് പറയാം, ഞാൻ ഉമ്മുடைய சித்தத்தை മാത്രം ചെയ്യണം, ഞാൻ അങ്ങയുടെ ഹിതം മാത്രം ചെയ്യണം, ഉമ്മുடைய சித்தம் മാത്രം ചെയ്യണം, അങ്ങയുടെ ഹിതം മാത്രം ഞാൻ ചെയ്യണം. പിതാവേ இந்த பாத்திரம் என்னை விட்டு நீங்கும் கூடுமானால் நீங்கும்படி செய்யும். പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ആയിരം என்னுடைய சித்தமல்ல, എങ്കിലും എന്റെ ഇഷ്ടമല്ല, ഉമ്മുடைய சித்தமே, അങ്ങയുടെ ഇഷ്ടം തന്നെ. എത്ര പേർ சொல்ல முடியும்? എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഞാൻ ഉമ്മുடைய சித்தத்தை മാത്രം ചെയ്യണം ആண்டവരേ, ഞാൻ അങ്ങയുടെ ഇഷ്ടം മാത്രം ചെയ്യണം കർത്താവേ. യെസ്, ഉമ്മുடைய சித்தத்தை മാത്രം ചെയ്യണം ആണ്ടവരേ, അങ്ങയുടെ ഹിതം മാത്രം ചെയ്യണം കർത്താവേ. ഉമ്മുடைய சித்தம் எதுவாயிருந்தாலும், അങ്ങയുടെ ഹിതം എന്തായിരുന്നാലും, അത് എவ்வளவு കഷ്ടമായിരുന്നാലും, അത് എത്ര കഷ്ടതയുള്ളതാണെങ്കിലും, ഞാൻ அதை செய்து முடிக்க, ഞാൻ അത് ചെയ്ത് പൂർത്തീകരിക്കാൻ എനിക്ക് കൃപ താരും, എനിക്ക് അങ്ങ് കൃപ തരണമേ. പുരിന്തവர்கள் മാത്രം കരങ്ങളെ തട്ടി ആണ്ടവർക്ക്, മനസ്സിലായവർ മാത്രം കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. எதற்காக உருவாக்குறார் என்று சொன்னேன். എന്തിനാണ് ദൈവം നമ്മെ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു. அதை அறிந்து கொள்ள, അത് അറിയുവാൻ, அதிலே தங்கி இருக்க, ആ ദൈവഹിതത്തിൽ തങ്ങി നിൽപ്പാൻ, செய்ய, ആ ദൈവഹിതം ചെയ്യുവാൻ ஆண்டவர் நம்மை உருவாக்குகிறார். ദൈവം നമ്മെ നിർമ്മിക്കുന്നു. எப்படி உருவாக்குகிறார்? എങ്ങനെയാണ് ദൈവം നമ്മെ നിർമ്മിക്കുന്നത്? ஆண்டவர் உருவாக்குகிற 5 விதங்களை மாத்திரம் வேகமாய் சொல்லி செல்ல விரும்புகிறேன். ദൈവം നമ്മെ നിർമ്മിക്കുന്ന 5 വിധങ്ങളെ ഞാൻ നിങ്ങളോട് വേഗത്തിൽ പറഞ്ഞ് മുൻപിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. சிலர் எழுதுகிறபடினாலே சொல்லுகிறேன், எழுதிக் கொள்ளுங்கள். എഴുതുന്നവർ എഴുതിക്കൊള്ളുക. முதலாவது காலத்தை கொண்டு உருவாக்குகிறார். ആദ്യമായി ദൈവം ഈ പ്രകൃതിയെ കൊണ്ട് നമ്മെ ദൈവം നിർമ്മിക്കുന്നു. കാലത്തെ സമയം കൊണ്ട് ദൈവം നമ്മെ നിർമ്മിക്കുന്നു. കാലത്തെ കൊണ്ട് കർത്തർ ഉരുവാക്കുகிறார். ആമേൻ. സമയം കൊണ്ട് ദൈവം നമ്മെ നിർമ്മിക്കുന്നു. പ്രസംഗിயின் പുസ്തകം 3-ാം അധികാരം 11-ാം വചനം. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അവർ സകലത്തെയും അതിനതിൻ കാലത്തിലെ നേർത്തിയാക ചെയ്യുகிறார். ദൈവം സകലത്തെയും അതതിന്റെ സമയത്ത് ചെയ്യുന്നു. ആണ്ടവർ அதன் காலத்திலே கர்த்தர் கிரியை செய்கிறார். ദൈവം അതത് സമയത്ത് പ്രവർത്തിക്കുന്നു. எல்லாவற்றுக்கும் ஒரு காலத்தை கர்த்தர் வைத்திருக்கிறார். എല്ലാത്തിനും ഒരു സമയം ദൈവം വെച്ചിരിക്കുകയാണ്. அந்த காலம் வரை ஆண்டவர் காத்திருந்து நம்மை உருவாக்குகிறார். ആ കാലം, ആ സമയം വരെ കാത്തിരുന്ന് ദൈവം നമ്മെ നിർമ്മിക്കുന്നു. ആബ്രഹാമെ ഉരുവാക്ക, അബ്രഹാമിനെ ദൈവം നിർമ്മിപ്പാൻ കാലത്തെ கர்த்தர் வைத்திருந்தார். ഒരു സമയം ദൈവം വെച്ചിരുന്നു. ஒரு காலம் வரை அவனுக்கு கொடுக்க வேண்டியதை கொடுக்காமல் தடுத்துக்கொண்டே, ഒരു സമയം വരെ അബ്രഹാം പ്രതീക്ഷിച്ചിരുന്നതിനെ കൊടുക്കാതെ ദൈവം അതിനെ തടസ്സപ്പെടുത്തി വെച്ചിരുന്നു. ആബ്രഹാമുക്ക് ഉടനെ കൊടുക്കവില്ല, അബ്രഹാമിന് ഉടനെ കൊടുത്തില്ല. കാലത്തെ
தாழ்த்தினார். സമയം ദൈവം ഒത്തിരി നീട്ടിവെച്ചു. காலம் தாழ்த்துவதின் நோக்கம் என்ன? ആ സമയം നീട്ടിയതിന്റെ കാരണം എന്ത്? ஆபிரகாமை உருவாக்குவதற்கு. അബ്രഹാമിനെ ഒന്ന് നിർമ്മിച്ചെടുക്കാൻ. சில ஆசீர்வாதங்களை கர்த்தர் காலம் தாழ்த்துகிறார். ചില അനുഗ്രഹങ്ങളെ ദൈവം സമയം നീട്ടിവെച്ചിരിക്കുന്നു. எதற்காக தெரியுமா? എന്തിനെന്നറിയാമോ? உங்களை உருவாக்கும்படியாக, നിങ്ങളെ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി. அந்த ஆசீர்வாதங்களை பெற்றுக்கொள்வதற்கு முன்பு, അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിക്കുന്നതിന് മുൻപ് உங்களை ஆயத்தப்படுத்துகிறார். നിങ്ങളെ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടി, உங்களை உருவாக்குகிறார். നിങ്ങളെ നിർമ്മിപ്പാൻ ஆபிரகாமை உருவாக்கினார். അബ്രഹാമിനെ ദൈവം നിർമ്മിച്ചു. இந்த ஆபிரகாம் எப்படிப்பட்டவன் தெரியுமா? അബ്രഹാം എങ്ങനെയുള്ളവനെന്ന് അറിയാമോ? இஸ்மவேல அனுப்பிருன்னு சொன்னாலே வருத்தப்பட்டான். ഇസ്മായിലിനെ അയക്കുക എന്ന് പറഞ്ഞപ്പോഴേ അബ്രഹാം ഭാരപ്പെടുകയാണ്. മനസ്സ് കേൾക്കല. അബ്രഹാമിന് മനസ്സുണ്ടാകുന്നില്ല. സാറാൾ சொல்லுகிறாள், സാറാ പറയുന്നു, ആഗാറയും ഇസ്മവേലയും അനുപ്പിവിടും. ആഗാറിനെ ഇസ്മായിൽ ഇവിടെ നിന്ന് പറഞ്ഞു വിടുക. அனுப்புறதுக்கே മനസ്സില്ല. അവരെ പറഞ്ഞു വിടാൻ അബ്രഹാമിന് മനസ്സില്ല. ஆனா இப்ப எப்படி உருவாயிட்டான் தெரியுமா? എന്നാൽ ഇപ്പോൾ എങ്ങനെ അബ്രഹാം നിർമ്മിക്കപ്പെട്ടെന്ന് അറിയാമോ? ஈசாக்கை பலி செலுத்துகிறதற்கு ஆயத்தமாய், ഇസ്ഹാക്കിനെ യാഗം നടത്തത്തക്കവണ്ണം അബ്രഹാം ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. உருவாகி விட்டான். ഇപ്പോൾ അവൻ നിർമ്മിക്കപ്പെട്ടു. அப்பொழுது உயிரோடு அனுப்புகிறதற்கே மனதில்லை. ജീവനുള്ളവനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ മനസ്സില്ലാതിരുന്ന അബ്രഹാം, ஆனால் இப்பொழுது, എന്നാൽ ഇപ്പോൾ ஈசாக்க பலி செலுத்துகிறதற்கு ரெடி ஆகிவிட்டான். താൻ സ്നേഹിച്ച മകനെ യാഗം കഴിക്കുന്നതിന് തയ്യാറായി. எப்படி நடந்தது? അതെങ്ങനെ സംഭവിച്ചു? காலம் அவனை உருவாக்கி, ആ സമയം അബ്രഹാമിനെ നിർമ്മിച്ചെടുത്തു. காலம் தாழ்த்த தாழ்த்த கர்த்தர் மேலே அன்பை வைத்து விட்டான். ആമേൻ. സമയം പോക പോക അബ്രഹാമിന്റെ സ്നേഹം ദൈവത്തോട് അധികമായി വർദ്ധിച്ചു. ஆண்டவர் அவனை உருவாக்கி விட்டார். ദൈവം അബ്രഹാമിനെ നിർമ്മിച്ചെടുക്കുകയാണ്. கால தாமதங்கள் நல்லது. സമയം താമസിക്കുന്നത് വളരെ നല്ലത്. എത്ര പേർ சொல்ல முடியும் கால தாமதங்கள் நல்லது? എത്ര പേർക്ക് പറയാൻ കഴിയും സമയം ലേറ്റ് ആകുന്നു എങ്കിൽ അത് നല്ലതിനാണ്? സഹോദരനെ സഹോദരിയെ, കർത്തർ உங்களை ഉരുവാக்குகிற നേരം, സഹോദര സഹോദരിയെ, ദൈവം നിങ്ങളെ നിർമ്മിച്ചെടുപ്പാൻ, உங்களை ആண்டவர் உருவாக்குகிற നേരം, ദൈവം നിങ്ങളെ നിർമ്മിച്ചെടുക്കുന്ന സമയം. 2010 ആണ്ട് ഡിസംബർ മാസം 20 തീയതി என்னுடைய തകപ്പനെ ഇളந்தேன். 2010 വർഷം ഡിസംബർ മാസം 20 എന്റെ പിതാവിനെ എനിക്ക് നഷ്ടമായി. ரொம்ப வேதனையான நாள். ഭയങ്കര വേദന അനുഭവിച്ച ദിനങ്ങൾ. തനിത്ത് വിടപ്പെട്ട സൂழ்நிலை, ഒറ്റയ്ക്കാக ആയ അവസ്ഥ. என்னுடைய தகப்பனார் இறப்பதற்கு ஒரு மாதம் முன்பு சபைக்கு அருகில் இருக்கிற ஒரு இடத்திற்கு அவர்கள் മുൻപണം സെലുത്തിയിരുന്നാர்கள். എന്റെ പിതാവ് മരിക്കുന്നതിന് ഒരു മാസത്തിന് മുൻപ് സഭയുടെ സമീപത്തിലുള്ള ഒരു വസ്തുവിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തിരുന്നു. அந்த இடம் 11,500 சதுரடி. ആ സ്ഥലം 11,500 അടി ചതുര അടി സ്ഥലമായിരുന്നു. അതിനുடைய വില 1,62 ലക്ഷം രൂപ. ആ സ്ഥലത്തിന്റെ വില 1,65 ലക്ഷം രൂപ. അത് വാങ്ങണം. 2 മാസத்துக்கு ഒരു തവണ 16 ലക്ഷം രൂപ அந்த ഓണർക്ക് കൊടുക്കണം. 2 മാസത്തിൽ ഒരിക്കൽ 16 ലക്ഷം രൂപ ആ ഓണറിന്, അതിന്റെ ഉടമസ്ഥന് നൽകണം. കയ്യിലെ കാശ് കിടயாது. കയ്യിൽ ഒരു പണവുമില്ല. என்ன செய்வதென்று தெரியாது. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. സഭയിലെ എவ்வளவு കാണിക്ക വരും தெரியாது. സഭയിൽ എത്ര കാണിക്ക വരുമെന്നറിയത്തില്ല. அப்பா இறக்கும்போது சபையில் இருந்த അക്കൗണ്ടിൽ 99,000 ഇരുന്നത്. എന്റെ പിതാവ് മരിക്കുന്ന സമയത്ത് സഭയിലെ അക്കൗണ്ടിൽ 99,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. என்ன செய்ய போறேன்னு தெரியாது. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പണം ഉടനെ വരല. സാമ്പത്തികം ഉടനെ കയ്യിൽ വന്നില്ല. പണം താമസിച്ചുകൊണ്ടേ ഇരുന്നത്. സാമ്പത്തികം താമസിച്ചുകൊണ്ടേയിരുന്നു. ഒരു നാൾ ജപം പണ്ണിനേ. ഒരു ദിവസം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇത് എനിക്ക് പെരിയ കാര്യം. ഇതെനിക്ക് വലിയ കാര്യമാണ്. എന്നാലെ ചെയ്യാൻ முடியாது. എന്നാൽ കൊണ്ട് പറ്റത്തില്ല. എന്നെ വിട്ടുവിടുங்க. എന്നെ വിടുക കർത്താവേ. ഞാൻ இந்த പണത്തെ എല്ലാം செலுத்த முடியாது. ഈ പണം മുഴുവൻ എനിക്ക് ആ വസ്തുവിന് വേണ്ടി കൊടുക്കാൻ കഴിയില്ല. കൊടുത്ത അഡ്വാൻസ് വാങ്ങിറേ. ഞാൻ കൊടുത്ത ആ പണത്തെ, ഞാൻ അഡ്വാൻസ് പണത്തെ തിരിച്ചു വാങ്ങാം. ஆனால் ஆண்டவர் அனுமதிக்கவில்லை. എന്നാൽ ദൈവം അതിനെ സമ്മതിച്ചില്ല. ஆண்டவர் சொன்னார், இல்ல உனக்கு நான் அதை தருவேன். ദൈവം പറഞ്ഞു, ഞാൻ നിനക്കത് തരും. ஆனா ரொம்ப கஷ்டமா இருந்தது. ഭയങ്കര കഷ്ടമായിരുന്നു. ரொம்ப கஷ்டமா இருந்தது. വളരെ കഷ്ടമായിരുന്നു. ஒவ்வொரு மாதமும் அந்த தேதி வரும்போது பயமா இருக்கும். ഓരോ ദിവസവും ആ തീയതി വരുമ്പോൾ എനിക്ക് ഭയമായിരിക്കും. 16 ലക്ഷം രൂപ കൊടുക്കണമേ. 16 ലക്ഷം രൂപ കൊടുക്കണമല്ലോ. എനിക്ക് 26 വയസ്സ്. എനിക്ക് 26 വയസ്സാണ്. അപ്പോൾ തിരുമണമാകല. വിവാഹം കഴിഞ്ഞില്ല. തനിത്ത
നിലമയിൽ നിൽக்கிறேன். ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നു. எப்படி இவ்வளவு பெரிய தேவையை ഇത്രയും എങ്ങനെയാണ് ഇത്രയും വലിയ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നത്? ഭയം 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 ഭയത്താൽ നിറയപ്പെട്ടു. പല നേരം ജപം பண்ணினேன். പല മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. ആண்டവരിடத்துல கேட்டேன். ഞാൻ ദൈവത്തോട് ചോദിച്ചു. நான் ரொம்ப கஷ்டப்பட்டேன். വളരെ കഷ്ടം അനുഭവിച്ചു. ആണ്ടവരിடத்துல ഒരു നാൾ கேட்டேன். ഒരു ദിവസം ഞാൻ ദൈവത്തോട് ചോദിച്ചു, எங்க அப்பாவை எடுத்தது நீங்க தானே? എന്റെ പിതാവിനെ അങ്ങാണല്ലോ എടുത്തത്. அப்போ அந்த தேவையை சந்திக்க வேண்டியது நீங்க தானே? അങ്ങനെയെങ്കിൽ ആ ആവശ്യത്തെ നിറവേറ്റേണ്ടതും അങ്ങല്ലേ? எங்க அப்பா இருந்திருந்தாங்கன்னா சமாளிச்சிருப்பாங்கல்ல. എന്റെ പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അതിനെ നടത്തുമായിരുന്നല്ലോ. எனக்கு ഇത് எப்படி செய்யணும்னு தெரியல. എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ എടുത്തിരിക്കலாமே. എന്നെയും അങ്ങേക്ക് എടുക്കാമല്ലോ. പല കേൾവികൾ കേട്ടേ. ഒത്തിരി ചോദ്യങ്ങൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു. ஆனால் ஆண்டவர் காலதாமதம் செய்து கொண்டே இருந்தார். എന്നാൽ ദൈവം സമയം താമസിപ്പിച്ചുകൊണ്ടേയിരുന്നു. 10 மாதத்தில் இடத்தை முடிக்க வேண்டும். 10 മാസത്തിൽ ആ ഇടപാട് പൂർത്തീകരിക്കേണ്ടതാണ്. முடியவில்லை. എന്നാൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. കഷ്ടപ്പെട്ടു കൊണ്ടിരുന്നേ. വളരെ കഷ്ടം അനുഭവിച്ചു. ഒരു ദിവസം അടുത്ത നാൾ കാലൈ 16 ലക്ഷം കൊടുക്കണം. നാളെ രാവിലെ 16 ലക്ഷം രൂപ കൊടുക്കണം. ഞായറാഴ്ച. അത് ഞായറാഴ്ച. அந்த ஞாயிற்றுக்கிழமை காலையிலிருந்து 16 லட்சத்திற்காக காத்திருக்கிறேன். ഞാൻ ഞായറാഴ്ച രാവിലെ മുതൽ 16 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പണം വരവില്ല. എന്റെ കയ്യിൽ പണമൊന്നും വന്നില്ല. இரவு வந்தது. രാത്രിയായി. പണം വരല. പണം വന്നില്ല. ചർച്ചിക്കുള്ള പോണേ. ഞാൻ സഭയ്ക്കകത്തേക്ക് പോയി. അള ആരംഭിച്ചു. ഞാൻ കരയുവാൻ തുടങ്ങി. അഴുത് 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 ബലനെല്ലാം പോണത്. ഞാൻ കരഞ്ഞ് 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 എന്റെ ശക്തി എല്ലാം ക്ഷയിച്ചു. ரொம்ப சோர்ந்து போனே. വളരെ ഞാൻ നിരാശപ്പെട്ടു. ரொம்ப சோர்ந்து போய். വളരെ നിരാശപ്പെട്ട്. ചില നേരത്തിൽ ரொம்ப சோர்ந்து போயிட்டனா கோபம் வரும். ചില സമയങ്ങളിൽ വളരെ നിരാശപ്പെടുമ്പോൾ ഭയങ്കര കോപം ഉണ്ടാകും. அப்படி ஒரு கோபம் வந்தது. അങ്ങനെ ഒരു കോപം എനിക്ക് വന്നു. அந்த கோபத்துல இப்படி சொன்னேன். ആ കോപത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ஆண்டவரே, ദൈവമേ, നാളേക്ക് കാലയിലക്കുള്ള പണം വരണം. നാളെ രാവിലേക്കകം എനിക്ക് സാമ്പത്തികം കയ്യിൽ കിട്ടണം. പണം വരലനാ, സാമ്പത്തികം വന്നില്ലെങ്കിൽ രാത്രിയോട് രാത്രിയാ அந்த ഓണറെ നാട് കടത്തിരുங்க. രാത്രിയോ ഈ രാത്രി കൊണ്ട് തന്നെ ആ ഓണറിനെ ഈ നാട്ടിൽ നിന്ന് അങ്ങ് തുരത്തണം. രണ്ടുത്തില ഏതാ ഒന്ന് ചെയ്യുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്ന് കാശ് താങ്ക, ഒന്ന് പണം തരിക, ഇല്ലനാ அந்த ആളെ തുരത്തുക, ഇല്ലെങ്കിൽ ആ ആളിനെ ഇവിടെ നിന്ന് തുരത്തുക. ஒருத்தர் அல்லேலூயா சொன்னீங்களா பாத்தீங்களா? ഒരാളെങ്കിലും അല്ലേലിയ പറഞ്ഞു. എന്നെ എപ്പടി പാക്കുறீங்க நீங்களா? നിങ്ങൾ എന്നെ എങ്ങനെ നോക്കുകയാണ്? இப்படிதான் ஜோம் நீட்டு வீட்டுக்கு வந்துட்டேன். ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. അടുത്ത നാൾ കാലയില പണം വരും നിனைச்சு 5 മണി ജപத்துக்கு പോണേ. അടുത്ത ദിവസം രാവിലെ പണം കയ്യിൽ കിട്ടുമെന്ന് കരുതി 5 മണിക്ക് ഞാൻ പ്രാർത്ഥനയ്ക്കായി പോകുന്നു. പണം വന്നിച്ച് നിனைச்சீங்களா? നിങ്ങൾ കരുതുന്നുണ്ടോ എനിക്ക് പണം കിട്ടിയെന്ന്? തലയാട്ടறாங்க, വിശ്വാസത്തോടെ വരവേ ഇല്ലங்கறாங்க. ആമേൻ. ചില പാസ്റ്റർമാർ തലയാട്ടത് കിട്ടിക്കാണോന്ന്? ഒരിക്കലും ഇല്ല, എനിക്ക് കിട്ടിയില്ല. യേശുനാഥരെ நல்லா புரிஞ்சு வச்சிருக்காங்க. ആമേൻ. കർത്താവിനെ നന്നായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. പണം വരല. സാമ്പത്തികം കയ്യിൽ വന്നില്ല. പണം വരല. പണം വന്നില്ല. ആனா 7-8 മണി ആச்சு. എന്നാൽ 8 മണിയായി. ഇപ്പോ 10 മണിക്ക് പണം കൊടുക്കണം. 10 മണിക്കെങ്കിലും ആമേൻ ആ തുക കൊടുക്കണം. എന്റെ അടുത്ത് പണത്തെ വാങ്ങിട്ട് പോയി കൊടുക്കற ഒരു പരിശുദ്ധവാൻ. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ട് അവിടെ കൊടുക്കുന്ന ഒരു വിശുദ്ധൻ ഫോൺ സ്വിച്ച് ഓഫ് பண்ணிட்டு പോയിട്ടാரு. അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയി. ஏனா அவருக்கு தெரிஞ்சிருச்சு, ஆவியில தெரிஞ்சிருச்சு இவன்ட்ட பணம் இல்ல. അദ്ദേഹത്തിന്റെ ആത്മാവിൽ മനസ്സിലായി ഇവന്റെ കയ്യിൽ കാശില്ല. அந்த ஆள்கிட்ட திட்டு வாங்க முடியாது. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് വഴക്ക് കേൾക്കാനും പറ്റില്ല. ഇവനാച്ചി അവരാച്ചിന് അവർ പോയിട്ടാரு. ആമേൻ. അവരുമായി ഞാൻ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ஆனா ஒரு 9:30 மணி போல இன்னொருத்தர் வந்தாரு. ആമേൻ. എന്നാൽ 9:30 മണിയായപ്പോൾ മറ്റൊരു വ്യക്തി വന്നു. വന്നിട്ട് சொன்னாரு, பாஸ்டர் ஒரு நல்ல செய்தி. ആമേൻ. വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഒരു വളരെ നല്ല ഒരു വാർത്ത. நேத்து ராத்திரி ஏதோ எமர்ஜென்சியா நம்ம ஓனர் മലേഷ്യ പോയിട്ടാரு. ആമേൻ. ഇന്നലെ രാത്രി എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിനായി ഈ ഉടമസ്ഥൻ അദ്ദേഹം മലേഷ്യയിലേക്ക് പോയി. കൈതട്ടാ നല്ല തട്ടുക. നന്നാ കൈതട്ടുക. எனக்கு எவ்வளவு சந்தோஷம் இருந்திருக்கும். എത്ര സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നിരിക്കും. சரியான சந்தோஷம். എനിക്ക് ഭയങ്കര സന്തോഷം. அந்த சந்தோஷத்திலே வீட்டுக்குள்ள ஓடுனேன். ആ സന്തോഷത്തിൽ ഞാൻ വീട്ടിനകത്തേക്ക് ഓടി. எங்க அம்மாவை கூட்டி சொன்னேன், அம்மா ஊரை விட்டே போயிட்டாமா. ആമ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇദ്ദേഹം ഈ ദേശം വിട്ട് അദ്ദേഹം കടന്നുപോയി. எங்க அம்மா சொன்னாங்க, ഹല്ലേലൂയ. എന്റെ അമ്മ പറഞ്ഞു, ഹല്ലേലൂയ. சொல்லிட்டு வெளியில வந்துட்டேன். ഞാനത് പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. வெளியில வருമ്പോ മനസ്സിൽ நினைக்கிறேன், ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഹൃദയത്തിനകത്ത് ചിന്തിച്ചു, ഒരു 16 ലക്ഷം ഉங்களால தர முடியல. ഒരു 16 ലക്ഷം ദൈവമേ അങ്ങേക്ക് തരാൻ പറ്റിയില്ല. இந்த பயல போய் துரத்தி விட்டுருக்கீங்க. ഈ മനുഷ്യനെ ഇവിടെ നിന്ന് അങ്ങ് ഓടിച്ചല്ലോ. என்கிட்ட 16 lakhs கொடுத்திருந்தா 16 ലക്ഷം എന്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ ഒരു ചെക്ക് கொண்டு போய் அவன் மூஞ்சில அப்படி போட்டுட்டு ആമേൻ ഒരു ചെക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഞാൻ വീശി എറിഞ്ഞിട്ട് காலரை தூக்கி விட்டுட்டு எப்படி கெத்தா வந்திருப்பேன். ഞാൻ എന്റെ കോളറിനെ ഉയർത്തി എത്ര ഞാൻ സന്തോഷത്തോടെ വരുമായിരുന്നു. இப்படி போய் அவனை துரத்துறீங்களே. ഇങ്ങനെ ആ മനുഷ്യനെ ഓടിച്ചല്ലോ. ஆனாலும் பரவாயில்ல, நீ நல்லவர் ஆண்டவரே. എങ്കിലും കർത്താവേ നീ നല്ലവൻ എന്ന് പറഞ്ഞു. കാലം താഴ്ത്തിനാർ. സമയങ്ങൾ വീണ്ടും കടന്നുപോയി. എനിക്ക് പുരിയില്ല.
എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. எனக்கு புரியல. എനിക്ക് മനസ്സിലാകുന്നില്ല. ரெண்டாவது மாசம் ஆச்சு. രണ്ടാമത്തെ മാസമായി. மலேசியா போனா வரல. മലേഷ്യയിൽ പോയ ആള് വന്നില്ല. மூணாவது மாசம் வரல. മൂന്നാം മാസവും വന്നില്ല. நாலாம் மாசம் வரல. നാലാം മാസവും വന്നില്ല. அஞ்சாம் மாசம் வரல. അഞ്ചാം മാസവും വന്നില്ല. ஆறாம் மாசம் வரல. ആറാം മാസത്തും വന്നില്ല. 12ஆம் மாசம் வரல பாஸ்டர். 12ആം മാസത്തിലും വന്നില്ല പാസ്റ്റർ. 13ஆம் மாசம் பாஸ்டர். 13ആമത്തെ മാസം. ஆனா அதுக்குள்ளே நான் எல்லா பணத்தையும் சேர்த்து வச்சிட்டேன். അതിന്റെ അകത്ത് വെച്ച് എല്ലാ പണവും എന്റെ കൈവശം വന്നു. 13ആം മാസം ബുള്ളറ്റിൽ പോറാ. 13ആമത്തെ മാസത്തിൽ ഞാൻ ബുള്ളറ്റിങ്ങിൽ പോകുകയാണ്. എന്നെ പാത്തിട്ടാർ. എന്നെ അദ്ദേഹം കണ്ടു. പണം എங்கே? പണം എവിടെ? ഞാൻ കേട്ട നീ എங்கே? ഞാൻ ചോദിച്ചു നീ എവിടെ? അവർ சொன்னாரு. അദ്ദേഹം പറഞ്ഞു വീട്ടിൽ പണം കൊടുത്തിരിക്കലാമല്ല. വീട്ടിൽ കൊടുക്കാമായിരുന്നല്ലോ പൈസ. നീ എനിക്ക് சொல்லலல்ல. അപ്പൊ നീ എന്നോടത് പറഞ്ഞില്ലല്ലോ. ഇപ്പ மட்டும் ഉണ്ട இருக்கா? ഇപ്പോഴെങ്കിലും നിന്റെ കയ്യിൽ ഉണ്ടോ? രജിസ്ട്രേഷൻ பண்ணலாமா? നമുക്ക് ഇടപാട് ചെയ്യാമോ? ₹1 கடன் இல்லாம വെക്കപ്പെടാമ രജിസ്ട്രേഷൻ பண்ணி വെളിയില വர்றதுக்கு കർത്തർ ഉദവി. ₹1 കടമില്ലാതെ രജിസ്ട്രേഷൻ ചെയ്ത് ആമേൻ അതിൽ നിന്ന് പുറത്തു വരാൻ, ലജ്ജിക്കപ്പെടാതെ പുറത്തു വരാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. കാലതാമതം ഉങ്ങളെ ഉരുവാക്കും. സമയം താമസിക്കുന്നത് അത് നിങ്ങളെ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാ നടന്നത് தெரியுமா? എന്ത് നടന്നെന്ന് അറിയാമോ? എന്നെ ഉരുവാക്കിനത്. എന്നെ ദൈവം അതിനെ നിർമ്മിച്ചു. 11500 സതുരടി വാങ്ങുகிறதற்குள்ள കർത്തർ എന്നെ ഉരുവാക്കിനാർ. 11500 സ്ക്വയർ ഫീറ്റ് വാങ്ങാൻ ദൈവം എന്നെ ഉരുവാക്കി. ചെന്നൈയിലെ പാസ്റ്റർ മോഹൻට അടിക്കടി சொல்லுவேன். ഞാൻ ചെന്നൈയിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മോഹനോട് അടിക്കടി പറയാറുണ്ട്, എടാ വേണ്ടാം പാസ്റ്റർ, ഈ സ്ഥലം എനിക്ക് വേണ്ട. എടാ വേണ്ടാം ഈ പാസ്റ്റർ, സ്ഥലം എനിക്ക് വേണ്ട. കഷ്ടം പാസ്റ്റർ, എനിക്ക് കഷ്ടമായിരിക്കുന്നു. കാശില്ല പാസ്റ്റർ, എനിക്ക് കാശില്ല. அவங்க சொல்லுவாங்க ஜெபம் பண்ணு. അദ്ദേഹം പറയും പ്രാർത്ഥിക്ക്, കർത്തർ തരുവാർ. ദൈവം തരും. ഉന്നെ ഉരുവാക്കുறார். ദൈവം നിന്നെ നിർമ്മിക്കുന്നു. കർത്തർ തരുവാർ. ദൈവം തരും. ஆனால் நடந்தது என்ன தெரியுமா? എന്നാൽ എന്ത് നടന്നെന്ന് അറിയാമോ? എന്നെ കർത്തർ ഉരുവാക്കിனார். എന്നെ ദൈവം നിർമ്മിച്ചു. എന്നെ 10-11 മാസങ്ങൾ ഉരുവാക്കി. എന്നെ 11 മാസങ്ങൾ ദൈവം നിർമ്മിച്ചു. நான் அந்த இடத்தை வாங்குறதுக்கு அவ்வளவு கஷ்டப்பட்டு உருவாயிட்டேன். ഞാൻ ആ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി അധികം കഷ്ടപ്പെട്ട് ഞാൻ തയ്യാറായി. அதிலிருந்து 10 வருஷம். അതിനുശേഷം 10 വർഷങ്ങൾ இன்னொரு இடம் வாங்க கர்த்தர் உதவி செய்தார். ആമേൻ. മറ്റൊരു സ്ഥലം വാങ്ങാൻ ദൈവം എന്നെ സഹായിച്ചു. 5.5 ഏക്കർ വാങ്ങ 5.5 ഏക്കർ വാങ്ങാൻ ദൈവം സഹായിച്ചു. ഇപ്പൊ யார்ட்டியும் போகல. ഇപ്പൊ ആരുടെ അടുക്കലും പോയില്ല. ഇപ്പൊ അളല. ഇപ്പൊ കരഞ്ഞില്ല. ഇപ്പൊ ആണ്ടവட்ட சண்டை போடல. ഇപ്പോൾ ദൈവത്തോട് വഴക്കിട്ടില്ല. 60 നാൾ 40 നാൾ ജപം பண்ணோம். 60 നാൾ முடிச்சோம். 40 ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 60ാം ദിവസമായി ഇടപാട് പൂർത്തീകരിച്ചു. ഇപ്പൊ അടുത്ത വാരം ഒരു ഇടം முடிக்க போறோം. ഇപ്പൊ അടുത്ത ആഴ്ചയിൽ മറ്റൊരു സ്ഥലം ഇടപാട് ചെയ്യാൻ പോകുകയാണ്. എന്നെ ഒരുത്തർ കേൾക്കறாரு. എന്നോട് ഒരു വ്യക്തി ചോദിച്ചു, ഇടം വാങ്ങறதுக்குனே വരം പറ്റിயா அப்படினு കേൾക്കறாரு. ആമേൻ. സ്ഥലം വാങ്ങാനുള്ള വരമാണോ താങ്കൾ പ്രാപിച്ചത്? ഞാൻ சொல்றேன் வரலாம் பெறல. ഞാൻ പറഞ്ഞു വരമൊന്നും പ്രാപിച്ചില്ല. കാലങ്ങൾ താമസിച്ച് എന്നെ ഉരുവാക്കിനാർ. ആമേൻ. ചില സമയങ്ങൾ താമസിച്ച് ദൈവം എന്നെ നിർമ്മിച്ചെടുപ്പാനിടയായി. നിങ്ങൾക്ക് കാലം താമസിക്ക ഉങ്ങളെ ഉരുവാക്കുവാൻ. നിങ്ങളുടെ സമയങ്ങൾ കടന്നു പോകും തോറും ദൈവം നിങ്ങളെ നിർമ്മിച്ചെടുക്കുകയാണ്. ഉങ്ങളെ ഉരുവാക്കുക ദൈവം നിങ്ങളെ നിർമ്മിച്ചെടുക്കുന്നവനാണ്. കാലതാമസത്തിൽ സോർന്നു പോകാതീങ്ക. ഓ സമയം പോകുന്നു എന്ന് പറഞ്ഞ് നീ നിരാശപ്പെടാതെ. നടക്കലയേ അത് നടന്നില്ലല്ലോ കിടക്കലയേ അതെനിക്ക് ലഭിച്ചില്ലല്ലോ. എപ്പോ കിടക്കും? അതെപ്പോൾ കിട്ടും? സോർന്നു പോകാതെ, നീ നിരാശപ്പെടാതെ. ഉനക്കാക കർത്തർ ആയത്തം பண்ணி வைத்திருக்கிறதை ஒருவனும் தட்டி பறிக்க முடியாது. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് മറ്റൊരു വ്യക്തിക്ക് തട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഉன்னுடையது உன்னுடையதாகவே இருக்கும். നിനക്ക് വേണ്ടിയുള്ളത് അത് നിനക്കുള്ളതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ஆனால் கர்த்தர் உங்களை உருவாக்குவார். ആമേൻ. കർത്താവ് നിങ്ങളെ നിർമ്മിച്ചെടുക്കും. அந்த காலத்துக்குள்ள உருவாக்கிடுவார். ആ സമയത്തിനകത്ത് ദൈവം നിങ്ങളെ നിർമ്മിച്ചെടുക്കും. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാൾ പാസ്റ്റർ മോഹൻட்ட பேசினேன். ഒരു ദിവസം ഞാൻ പാസ്റ്റർ മോഹനോട് സംസാരിച്ചു. അവങ്ങോട്ട് சொன்னேன், അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ഇടം വാങ്ങ പോறோம் പാസ്റ്റർ. ഒരു സ്ഥലം വാങ്ങാൻ പോകുന്നു പാസ്റ്റർ. പാസ്റ്റർ കേട്ടാங்க. അദ്ദേഹം ചോദിച്ചു, ഇപ്പോ ധൈര്യം വന്നിരുച്ചാ? ഇപ്പോ നിനക്ക് ധൈര്യം വന്നോ? ഇപ്പോ ഒന്നും പ്രശ്നം ഇല്ലയാ? ഇപ്പോ പ്രശ്നമില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്നെ ഉരുവാക്കിട്ടാ. എന്നെ ദൈവം ആമേൻ നിർമ്മിച്ചെടുത്തു. ഇപ്പോ ഞാൻ ഉരുവാക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഞാൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. കാലതാമസം ഉങ്ങളെ ഉരുവാക്കും. സമയം താമസിക്കുന്നത് അത് നിങ്ങളെ നിർമ്മിച്ചെടുക്കാനാണ്. രണ്ട് കരങ്ങളെ ഉയർത്തി சொல்லுங்க. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാം, ആണ്ടവരേ, ദൈവമേ, നിന്നുடைய കാലതാമസത്തെ കുறை சொல்ல മാട്ടേൻ. എന്റെ ജീവിതത്തിൽ സമയം താമസിക്കുന്നതിന് ഞാൻ ഒരിക്കലും തെറ്റു പറയുകയില്ല. കേൾവി കേൾക്ക മാട്ടേൻ.
நான் கேள்வி கேட்க ഞാൻ மாட்டேன். അങ്ങയോട് ചോദ്യം ചോദിക്കില്ല. பாஸ்டர் சொல்லுங்க, ஆண்டவரே என் சபை வளராம தாமதமாகுது, நான் கேள்வி கேட்க மாட்டேன். ദൈവദാസന്മാർ ദൈവത്തോട് പറ, ദൈവമേ എന്റെ സഭ വളർച്ച താമസിക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങയോട് ചോദ്യം ചോദിക്കില്ല. ஒரு காரியம் உண்டு, ഒരു കാര്യമുണ്ട്, அதற்கு கர்த்தர் உங்களை உருவாக்குகிறார். ആമേൻ. അതിനു വേണ്ടി ദൈവം നിങ്ങളെ நீங்கள் നിർമ്മിക്കുന്നു. உருவான பிறகு നിങ്ങൾ നിർമ്മിക്കപ്പെട്ടതിനു உங்களுடைய ശേഷം வளர்ச்சியை ஒருவனாலும் தடுக்க முடியாது. വളർച്ചയെ ആർക്കും തടുക്കാൻ കഴിയില്ല. உங்கள் வளர்ச்சியை ஒருவனாலும் தொட முடியாது. വളർച്ചയെ ആർക്കും തടുക്കാൻ കഴിയില്ല. எல்லை தாண்டி வளர உதவி செய்வார். അതിന് ആമേൻ കടന്നു നിങ്ങൾ വളരുവാൻ ദൈവം ഇടയാക്കും. புரிந்தால் தலைக்கு மேல கரங்களை தட்டி കഴികൾ തലയുടെ മുകളിൽ കരമടിച്ച് ஹalleluya. ഹല്ലേലൂയ. രണ്ടാമതായി വനാന്തരത്തെ കൊണ്ട് ഉരുവാക്കും ദൈവം. മരുഭൂമി കൊണ്ട് ദൈവം നിങ്ങളെ നിർമ്മിച്ചെടുക്കും. എഴുതിക്കൊള്ളുങ്ങൾ, വനാന്തരത്തെ കൊണ്ട് ഉരുവാക്കും. എഴുതുന്നവർ എഴുതിയെടുക്കുക, മരുഭൂമി കൊണ്ട് ദൈവം നിങ്ങളെ നിർമ്മിക്കും. ഉപാഗമത്തിൻ പുസ്തകം 8-ാം അധികാരം 2-ാം വചനം. ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. 8-ാം അധികാരം 2-ാം വചനം. ആമേൻ. ആവർത്തനം 8-ാം അധ്യായം 2-ാം വാക്യം. உன் தேவனாகிய கர்த்தர் உன்னை சிறுமைப்படுத்தும்படிக்கும் தம்முடைய கட்டளைகளை நீ கைக்கொள்ளுவாயோ கைக்கொள்ள மாட்டாயோ என்று அவர் உன்னை சோதித்து உன் இருதயத்தில் உள்ளதை நீ அறியும்படிக்கும் உன்னை இந்த 40 வருஷம் அளவும் വനാന്തരത്തിലെ നടത്തി വന്ന എല്ലാ വഴിയെയും നിனைப்பாயாக. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. വനാന്തരത്തിലെ കർത്തർ കൊണ്ടുവരുகிறார். മരുഭൂമിയിലേക്ക് ദൈവം കൊണ്ടുവരുന്നു. முதலாவது சொன்னேன், காலம் தாழ்த்துகிறார். ഒന്നാമതായി ഞാൻ പറഞ്ഞു, സമയം താമസിപ്പിക്കുന്നു. அது உருவாக்குகிறது. അത് ദൈവം നിർമ്മിച്ചെടുപ്പാൻ. രണ്ടാമതായി വനാന്തരமான ഒരു സൂழ்நிலை, മരുഭൂമിയായ ഒരു അവസ്ഥ. വനാന്തരமான ഒരു നിലமை, മരുഭൂമിയായ ഒരു അവസ്ഥ. എല്ലാം ഇളக்கிறோம், എല്ലാം നഷ്ടപ്പെടുന്നു, എല്ലാം പോയിവിടുகிறது, എല്ലാം കൈവിട്ടു പോകുന്നു, ഒന്നുമില്ലാமல் இருக்கிறோம், ഒന്നുമില്ലാത്ത അവസ്ഥയിലാകുന്നു, തനിച്ച് വിടപ്പെടുகிறோம், ഒറ്റപ്പെട്ട അവസ്ഥയിലാകുന്നു. ஆனால் அந்த தனித்து விடப்படுகிற நேரம் கர்த்தர் நம்மை உருவாக்குகிற நேரம். എന്നാൽ ആ ഒറ്റപ്പെട്ട സമയം ദൈവം നമ്മെ നിർമ്മിച്ചെടുക്കുന്ന സമയമാണ്. എത്ര പേർ അത് വിശ്വസിக்கிறீங்க? എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? കൈകളെ ഉയർത്തി ഹല്ലേലൂയ சொல்லுங்க. ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വനാന്തരത്തിൽ ഒന്നുമേ கிடைக்காது. മരുഭൂമിയിൽ ഒന്നും ലഭിക്കയില്ല. മോശയെ കർത്തർ ഉരുവാക്കിനാർ. മോശയെ ദൈവം അവിടെ നിർമ്മിക്കുന്നു. ഒന്നുമേ ഇല്ലാமல் എല്ലാം முடிந்து போன ഒരു നിലமை. ഒന്നും ഇല്ലാതെ സകലതും തീർന്നു പോയ അവസ്ഥ. എഗിപ്തിലെ ഭയങ്കരമായി வாழ்ந்த ഒരു മോശെ, മിസ്രൈമിൽ വളരെ നന്നായി ജീവിച്ച ഒരു മോശ, മേന്മയായി வாழ்ந்த ഒരു മോശെ, വളരെ മഹത്വകരമായി ജീവിച്ച ഒരു മോശ. ஆனால் இப்பொழுது மீதியானிலே இருக்கிறார். ഇപ്പോഴിതാ താൻ മീദിയാനിലെ അദ്ദേഹം മിദ്യാനിലായിരിക്കുന്നു. മീദിയാൻ ദേശത്തിലെ 40 വർഷം ആട് മേയ്ത്ത് കൊണ്ടിരിക്കുന്നു. മിദ്യാൻ ദേശത്ത് 40 വർഷം മോശ ആടുകളുടെ പുറകിലാണ്. വനാന്തരமான ഒരു നിലமை, അത് മരുഭൂമിയുടെ അവസ്ഥ. അവൻ വാക്കിലും செயலிலும் വല്ലവനായി இருந்தான் എഗിപ്തിൽ இருக்கும்போது. അദ്ദേഹം വാക്കിലും പ്രവൃത്തിയിലും വളരെ ശക്തിമാനായിരുന്നു മിസ്രൈമിലായിരുന്നപ്പോൾ. എന്നാൽ ഇപ്പോൾ മരുഭൂമിയിലാണ്. ഇപ്പോൾ മിദ്യാൻ ദേശത്തിലാണ്. വീട് ഭയങ്കരമായ വീട്. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന വീട് ഭയങ്കരമായ ഒരു വീട്. വീട്ടിലെ 8 ലേഡീസ് ഇരുന്നാங்க. ആ വീട്ടിൽ 8 സ്ത്രീകൾ ഉണ്ടായിരുന്നു. 8 പെൺകൾ ഇരുന്ന വീട്. 8 സ്ത്രീകൾ താമസിച്ച ഭവനം. 2 ആൺകൾ. 2 ആണുങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. മെജോറിറ്റി പെൺകൾ, മൈനോറിറ്റിയാ ഇവங்க 2 പേർ இருந்தாங்க. അവിടെ അധികം സ്ത്രീകളും കുറവ് പുരുഷന്മാരുമായിരുന്നു. ഒരു പൊമ്പളെ നിന്ന് പേസിനാലേ താങ്കാது. ഒരു സ്ത്രീയോട് പോലും സംസാരിച്ച് ജീവിക്കാൻ പ്രയാസം. 8 പേർ വീട്ടിൽ പേസിനാണ്. ഈ 8 സ്ത്രീകൾ സംസാരിച്ചാൽ എന്ത് അളവുകായിട്ടാണ് ഈ മോശ ഏത് രീതിയിലായതറിയാമോ? തിക്കുവായും മന്ദനാവും ആയിട്ടാണ്. അവൻ വിക്കനായി മാറി, തടിച്ച നാവുള്ളവനായി തീർന്നു. വാക്കിലും செயலிலும் വല്ലവനായി ഇരുന്നവൻ അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവനായിരുന്നു. ഇപ്പോ തിക്കുവായും മന്ദനാവുമാ മാറിട്ടാൻ ലേഡീസ് ഹോസ്റ്റൽ. ഈ 40 വർഷം കൊണ്ട് ഈ ലേഡീസ് ഹോസ്റ്റലിൽ വെച്ച് വിക്കനും തടിച്ച നാവും ഉള്ളവനായി മാറ്റപ്പെട്ടു. വീട്ടിലதான் பேச முடியல. അദ്ദേഹത്തിന് വീട്ടിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. വേല സ്ഥലത്തിലാவது பேசலாம்னு പോണാ. ജോലി സ്ഥലത്തിലെങ്കിലും പോയി സംസാരിക്കാമെന്ന് കരുതിയാൽ അങ്ങ് മുളുക്ക ആടാ ഓടുത്. അവിടെ മുഴുവനും ആടുകൾ മാത്രമാണ്. ആട് മേമേങ്കുത്. ആടുകൾ മേമേ എന്ന് പറയുന്നു. ഇവൻ എന്നെ ചെയ്യുന്നതെന്ന് തെരിയില്ല. ഇവൻ എന്ത് പറയണമെന്ന് അറിയില്ല. എല്ലാத்தையும் ഇളന്നിട്ടാൻ. എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഇളക്കുന്നത് കൊണ്ടുമില്ല. ഇനി നഷ്ടപ്പെട്ടു പോകാൻ മറ്റൊന്നുമില്ല. 80 വയസ്സ് വരെ ഇരിക്കാൻ. 80 വയസ്സ് വരെ ആയി. നിனைத்திருப்பான் എല്ലാം முடிந்தது. അവൻ ചിന്തിച്ചു സകലതും തീർന്നു. ഇനിമേ അവളവുதான். ഇനി അത്ര തന്നെയാണ്. ഇല്ല കർത്തർ இந்த
இந்த பாதையை அனுமதித்ததற்கு ஒரு முகாந்திரம் உண்டு. ഇല്ല മോശേ, ദൈവം നിന്നെ ഈ പാതയിൽ കൂടെ കടത്തിവിട്ടതിന് ഒരു മുഖാന്തരമുണ്ട്. நீ இழந்ததற்கு ஒரு முகாந்திரம் உண்டு. നീ നഷ്ടപ്പെട്ടതിന് ഒരു മുഖാന്തരമുണ്ട്. உன்னிடத்தில் உள்ளதெல்லாம் உன்னை விட்டு விலகினதற்கு ஒரு முகாந்திரம் உண்டு. നിന്റെ കൈവശം ഉണ്ടായിരുന്നതെല്ലാം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന് ഒരു മുഖാന്തരമുണ്ട്. அந்த நபர்கள் எல்லாம் இருந்திருந்தால் நீ வளர்ந்திருக்க மாட்டாய். ആ വ്യക്തികളെല്ലാം ഉണ്ടായിരുന്നു എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നീ വളരാൻ കഴിയത്തില്ലായിരുന്നു. அந்த பணங்கள் இருந்திருந்தால் நீ உருவாகி இருக்க மாட்டாய். സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ നീ ആമേൻ നിർമ്മിക്കപ്പെടത്തില്ലായിരുന്നു. ஆனால் இப்பொழுது எல்லாம் இல்லாமல் போனது. എന്നാൽ ഇപ്പോൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നീ വനാന്തരമാனது, മരുഭൂമിയായി. ஆனால் பரலோகம் உன்னோடு கூட இருக்கிறது. സ്വർഗ്ഗം നിന്നോട് കൂടെയുണ്ട്. பரலோகம் உன்னை உருவாக்குகிறது. സ്വർഗ്ഗം നിന്നെ നിർമ്മിക്കുകയാണ്. எல்லாம் போனாலும் എല്ലാം പോയാലും பரலோகம் உருவாக்கும். സ്വർഗ്ഗം നിന്നെ നിർമ്മിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. எல்லாம் இழந்த ரூத், എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു രൂത്ത്, எல்லாவற்றையும் இழந்து விட்டான். എല്ലാം പോയി. அவன் நினைச்ச அவ்வளவுதான் முடிந்தது. ആമേൻ. രൂത്ത് കരുതി അത്ര തന്നെയാണ്, തീർന്നു. இல்ல 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 ഇല്ല. எல்லாம் இழந்ததற்கு ஒரு காரணம் உண்டு. എല്ലാം നഷ്ടപ്പെട്ടു പോയതിനൊരു കാരണമുണ്ട്. நீ சாதாரண ரூத்தாய் அல்ல. നീ സാധാരണ ഒരു രൂത്തായി അല്ല. மோவாபிய பெண்ணான ரூத்தாய் அல்ல. നീ മോവാബിയ സ്ത്രീയായ രൂത്തായി അല്ല. உன்னுடைய சந்ததியில் இயேசு கிறிஸ்து பிறப்பதற்கு உன்னை கர்த்தர் ஆயத்தப்படுத்தும்படியாகவே எல்லாவற்றையும் இழந்திருக்கிறார். നിന്റെ സന്തതിയിൽ യേശു പിറക്കുന്നതിന് വേണ്ടി നിന്നെ ഒരുക്കി എടുക്കുവാനാണ് നിനക്കെല്ലാം നഷ്ടപ്പെട്ടു പോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. இந்த மாலை வேளையில எல்லாவற்றையும் இழந்து விட்டேனே. ഈ വൈകിയ സമയം എല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടല്ലോ. எதிர்கால நம்பிக்கை இல்லையே. എനിക്കൊരു ഭാവി കാല പ്രതീക്ഷ ഇല്ലല്ലോ. இனிமேல் இழப்பதற்கு ஒன்றும் இல்லையே. ഇനി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ മറ്റൊന്നുമില്ലല്ലോ. கேள்விகளோடு இருப்பீர்களே, ஆனால் கேள்விகளோடு ആ ചോദ്യങ്ങളോട് കൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ இந்த மாலை வேளையில் கர்த்தர் உங்களை உருவாக்குவதற்காக ഈ വൈകിയ വേളയിലും കർത്താവ് നിങ്ങളെ നിർമ്മിച്ചെടുക്കുന്നതിന് இந்த பாதையில் கர்த்தர் அனுப்புகிறார் என்று விசுவாசிக்கிறவர்கள் கரங்களை தட்டி ஆண்டவருக்கு மகிமை ഈ செலுத்துவோம். പാതകളിൽ കൂടെ ദൈവം എന്നെ നടത്തുന്നു എന്ന് വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങൾ അടിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്താം. ஹல்லேலூயா, ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ. இழப்பு இழந்து போவதற்கல்ல, ആമേൻ. നിനക്ക് വന്ന നഷ്ടം അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകാൻ உருவாக்குவதற்காக, നിർമ്മിക്കുന്നതിന് വേണ്ടി, உங்களை உருவாக்கி எழுப்புவதற்காக, നിർമ്മിച്ചെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി. ஹல்லேலூயா, ഹല്ലേലൂയ. அதற்காகவே கர்த்தர் அனுமதிக்கிறார். അതിനാണ് കർത്താവ് ആ മരുഭൂമി അനുവദിച്ചത്. மூன்றாவதாയി சூழ்நிலைமையை கொண்டு உருவாக்குகிறார். സാഹചര്യങ്ങൾ കൊണ്ട് ദൈവം നമ്മെ നിർമ്മിക്കുന്നു. நம்முடைய சூழ்நிலைமையை கொண்டு உருவாக்குகிறார். നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ദൈവം നമ്മെ നിർമ്മിക്കുന്നു. நம்மை சுற்றி இருக்கிற சூழல்கள், നമ്മുടെ ചുറ്റുമായി ഇരിക്കുന്നതായ ரோமர் സാഹചര്യങ്ങൾ. 8-ാം அதிகாரம் 28-ാം വചനം. ரோமர் 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. அன்றியும் அவருடைய தீர்மானத்தின்படி அழைக்கப்பட்டவர்களாய் தேவனிடத்தில் அன்பு கூறுகிறவர்களுக்கு சகலமும் நன்மைக்கு ஏதுவாக நடக்கிறது என்று அறிந்திருக்கிறோம். എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. பக்கத்துல பார்த்து சொல்லுங்க, எல்லாம் நன்மைக்கு தான். അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി പറയുക, എല്ലാം നന്മയ്ക്ക്. நல்லா சொல்லுங்க, எல்லாம் நன்மைக்கு தான். എല്ലാം നന്മയ്ക്കാണ്. சுற்றி நடக்கிற காரியங்கள் எல்லாம் நன்மைக்கு தான். ചുറ്റി നടക്കുന്ന സകല കാര്യങ്ങളും നന്മയ്ക്കാണ്. ரெண்டு காரியம் ஸ்ட்ராங்கா நான் நம்புறேன். രണ്ട് കാര്യങ്ങൾ ഞാൻ വളരെ ശക്തമായി വിശ്വസിക്കുന്നു. ഒന്ന്, தேவனுடைய അനുമതി ഇല്ലാமல் എൻ வாழ்வில் എതും നടപ്പതില്ല. ദൈവത്തിന്റെ അനുവാദമില്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. ദേവൻ അറിയാமல் എൻ வாழ்வில் എതും നടക്കില്ല. ദൈവം അറിയാതെയും എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. എത്ര പേർ சொல்ல முடியும்? എത്ര പേർക്ക് പറയാൻ കഴിയും? വലത് കരത്തെ ഉയർത്തി സത്തമാ சொல்லுங்க. വലം കരമുയർത്തി ശക്തിയോടെ പറയുക, അവരുടെ അനുമതി ഇല്ലാமல், ദൈവത്തിന്റെ അനുവാദമില്ലാതെ, അവരുടെ അറിവില്ലാமல், ദൈവത്തിന്റെ അറിവില്ലാതെ എൻ வாழ்வில் എതും നടപ്പതില്ല. എന്റെ ജീവിതത്തിൽ ഒരു കാര്യവും സംഭവിക്കത്തില്ല. അവർ എല്ലാം അറിഞ്ഞിരിக்கிறார். എല്ലാം ദൈവം അറിഞ്ഞിരിക്കുന്നു. അവർ എല്ലാം അനുമതിக்கிறார். അവൻ എല്ലാം അനുവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണ്ടവർ அதை செய்கிறார். നമ്മുടെ ദൈവം അത് ചെയ്യുന്നു. சூழ்நிலைமை நம்மை உருவாக்கும். സാഹചര്യങ്ങൾ നമ്മെ നിർമ്മിച്ചെടുക്കുന്നു. சூழ்நிலைமைகள் கஷ்டமாய் இருக்கலாம். സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടകരമായിരിക്കാം. ஆனா அந்த சூழ்நிலைமையில சோர்ந்து போகாதீங்க. എന്നാൽ ആ സാഹചര്യങ്ങൾ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. பக்கத்துல பார்த்து சொல்லுங்க, சோர்ந்து போகாதீங்க. അടുത്തിരിക്കുന്നവരോട് നോക്കി പറയുക, നിരാശപ്പെടരുത്. அத சோர்வா சொல்லக்கூடாது. അത് നിങ്ങൾ നിരാശ പോലെ പറയരുത്. அது நல்ல சத்தமா சந்தோஷமா சொல்லணும். சோர்ந்து போகாத. നല്ല ശബ്ദം ഉയർത്തി സന്തോഷത്തോടെ പറയണം, നിരാശപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ஒரு சூழ்நிலைமை எப்படி வேணாலும் இருக்கலாம். സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നാലും
எல்லாரும் வீட்டு கதவை பூட்டிக்கிட்டாங்க. എല്ലാവരും വീടിന്റെ കതക് അടച്ചു കളഞ്ഞു. யாரும் வெளியில வரல. ആരും പുറത്തു വരുന്നില്ല. ஆனா ஒருத்தன் வீடு மட்டும் திறந்திருக்கு. എന്നാൽ ഒരുത്തന്റെ വീട് മാത്രം തുറന്നിരിക്കുന്നു. கிதியோனுடைய வீடு மட்டும் திறந்திருக்கு. ഗിദെയോന്റെ വീട് മാത്രം തുറന്നിരിക്കുന്നു. ஆலைக்கு அருகிலே போரடித்துக் கொண்டிருக்கிறான். ആമേൻ. അവൻ അതിന്റെ അടുക്കൽ അവൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. எல்லாரும் அமைதியா இருக்கிறாங்க. എല്ലാവരും മൗനമായിരിക്കുന്നു. சூழ்நிலை சரியில்லை. സാഹചര്യം അനുകൂലമല്ല. அதனால சும்மா இருப்போம்னு நினைச்சாங்க. അതുകൊണ്ട് വെറുതെ ഇരിക്കാം എന്നവരെ കരുതി. சூழ்நிலை மோசமா இருந்தாலும் സാഹചര്യങ്ങൾ മോശമാണെങ്കിലും உங்களால என்ன செய்ய முடியுமோ அதை செய்யுங்க. നിങ്ങളാൽ എന്ത് ചെയ്യുവാൻ കഴിയുമോ നിങ്ങൾ അത് ചെയ്യുക. கர்த்தர் உங்களை உருவாக்குவார். ദൈവം നിങ്ങളെ നിർമ്മിക്കും. என்ன செய்ய முடியும்? എന്ത് ചെയ്യുവാൻ പറ്റും? அவனுக்கு தெரிஞ்சது கொஞ்சம் தான், அவன் செஞ்சிட்டே இருக்கான். ആമേൻ. അവൻ അറിയാന്നുള്ളത് കുറച്ച് തന്നെയാണ്. അവൻ അതിനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. பக்கத்துல ஒரு சத்தம் கேட்கிறது. അടുത്തൊരു ശബ്ദം കേൾക്കുന്നു. பராக்கிரமசாலியே, പരാക്രമശാലിയെ, கர்த்தர் உன்னோடு இருக்கிறார். ദൈവം നിന്നോട് കൂടെ ഉണ്ട്. அவன் கேக்குறான், யார் 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 பராக்கிரமசாலி? അവൻ ചോദിക്കാണ്, ആരാണ്? நீதான்பா பராக்கிரமசாலி. നീ തന്നെയാണ് പരാക്രമശാലി. நானா பராக்கிரமசாலி? ഞാനാണോ പരാക്രമശാലി? கர்த்தர் எங்களோடு இருந்தால் இதெல்லாம் சம்பவிக்கும். ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നാൽ ഇങ്ങനെയുള്ളതെല്ലാം സംഭവിക്കുമോ? ஆனால் இல்லை. ആമേൻ. ഇല്ല. இந்த கிதியோனை கொண்டு கர்த்தர் பெரிய காரியங்களை செய்ய ഈ ഗിദെയോനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനുണ്ട്. உங்க சூழ்நிலையில சோர்ந்து போகாதீங்க. നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി നിരാശപ്പെടരുത്. உங்களால என்ன செய்ய முடியும்? എന്ത് ചെയ്യുവാൻ നിങ്ങൾക്ക് പറ്റും? சின்னதா செய்ய முடியுமா? അത് ചെറുതാണോ? செய்யுங்க. ആ ചെറുത് തന്നെ ചെയ്യുക. இப்படி சொல்றேன், சூழ்நிலையில அழவா முடியும்னா ആമേൻ. നിങ്ങൾ ചിന്തിക്കുകയാണ് ഈ സാഹചര്യത്തിന്റെ നടുവിൽ കരയാൻ മാത്രമേ കഴിയൂ. நல்லா அழுங்க. നിങ്ങൾ നന്നായി ദൈവസന്നിധിയിൽ കരയുക. பக்கத்துல பார்த்து சொல்லுங்க, அழுதான் உருப்படியா அழுங்க. ആമേൻ. അടുത്തിരിക്കുന്നവരോട് പറയുക, കരയാൻ നന്നാ കരയുക. உங்களுக்கு புரியலன்னு நினைக்கிறேன். നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് ചിന്തിക്കുന്നു. சொல்லுங்க, அழுதா நல்லா அழுங்க. ആമേൻ. ദൈവസന്നിധിയിൽ നിങ്ങൾ കരഞ്ഞാൽ നന്നായി കരയുക എന്ന് നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയുക. அழுதா உருப்படியா அழணும். ആമേൻ. നന്നായിട്ട് കരയണം. சில ஆளு அழுது ചിലർ കരഞ്ഞ് அழும். ഇങ്ങനെ കരയും. மத்தியானம் 12 மணி ஆனோடனே பிரியாணி எடுத்து வச்சு சாப்பிடும். ആമേൻ. ഇങ്ങനെ കരയുന്നവർ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ നല്ല ബിരിയാണി എടുത്ത് വെച്ച് കഴിക്കും. பக்கத்துல பார்த்து சொல்லுங்க, இப்படி பண்ணாதீங்க. ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അടുത്തവരോട് പറയുക, അടുത്തിരിക്കുന്നവരോട് പറയുക. அழுதா உருப்படியா அழணும். കരഞ്ഞ വളരെ നന്നായി കരയണം. இல்ல, என் சூழ்நிலை மோசமா இருக்குது, എന്റെ സാഹചര്യം വളരെ മോശമായിരിക്കും, அழுவுறதை விட வேற எதுவுமே என்னால பண்ண എനിക്ക് முடியாது, കരയാനല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. பரவாயில்ல அழுங்க. സാരമില്ല, നിങ്ങൾ കരയുക. ஆனா அழுதா உருப்படியா அழுங்க. എന്നാൽ കരഞ്ഞാൽ നന്നായിട്ട് കരയണം. இன்னைக்கு யாராவது உங்களை பிரசங்கம் என்னன்னு கேட்டா, ഇന്ന് ആരെങ്കിലും നിങ്ങളോട് ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ அழுதா உருப்படியா அழ சொன்னாரு. ആമേൻ. കരഞ്ഞ വളരെ നന്നായി കരയണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഴുതാ ഉരുപ്പടിയാ അഴണം. കരഞ്ഞാൽ വളരെ നന്നായി കരയുക. നെഗേമിയാ യെരുശലേമിൻ അലങ്കം ഇടിക്കപ്പെട്ടിരിക്കുന്നത് കേൾവിപ്പെട്ടാൻ. ആമേൻ. യെരുശലേമിന്റെ മതിൽ തകർക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ നെഹമ്യാവ് ഗവൺമെന്റ് ഉദ്യോഗത്തിൽ ഇരിക്കണം. അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗത്തിലാണ് ഇരിക്കുന്നത്. ലീവ് കിടക്കാതെ, ലീവ് കിട്ടത്തില്ല. அதை கட்டுறதுக்கு பணம் கிடையாது. അതിനെ പണിയുവാനുള്ള പണം കൈവശമില്ല. இங்க இருந்து அங்க போக முடியாது. ഇവിടെ നിന്ന് അവിടത്തേക്ക് പോകാൻ കഴിയില്ല. என்ன செய்யறதுன்னு தெரியல. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒന്നേ ഒന്ന് தெரியும், ഒറ്റ കാര്യം അറിയാം, അഴലാം. അദ്ദേഹത്തിന് കരയാൻ അറിയാം. അഴലാം, കരയാൻ അറിയാം. അഴുവേ. അദ്ദേഹം കരഞ്ഞു. ஆனா எப்படி அழுதான் தெரியுமா? എങ്ങനെ കരഞ്ഞെന്നറിയാമോ? ഉരുപ്പടിയാ അഴുതാൻ. വളരെ നന്നായി കരഞ്ഞു. അവൻ അഴുത് 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 അവൻ മുഖമേ മാറുന്ന அளவுக்கு அழுதான். അദ്ദേഹം കരഞ്ഞു 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 അദ്ദേഹത്തിന്റെ മുഖം മാറത്തക്കവണ്ണം കരഞ്ഞു. நான் சொல்றேன், நீங்க உருப்படியா அழுதீங்கன்னா உங்க காரியம் ஜெயமா முடிஞ்சிடும். നിങ്ങൾ നന്നായിട്ട് കരഞ്ഞാൽ നിങ്ങളുടെ കാര്യം ജയകരമായി തീരും. உங்களுக்கு புரியலன்னு நினைக்கிறேன், திரும்ப சொல்றேன், உருப்படியா அழுதா காரியம் ஜெயமா முடியும். നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ട് വീണ്ടും പറയുന്നു, നിങ്ങൾ വളരെ നന്നായി ദൈവസന്നിധിയിൽ കരഞ്ഞാൽ നിങ്ങളുടെ കാര്യം ജയകരമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നാൾ അഴുതാ, ഹന്ന കരഞ്ഞു, உருப்படியா அழுதா, അവൾ വളരെ നന്നായി കരഞ്ഞു. காரியம் நடந்தது. ആ കാര്യം സാധ്യമാണ്. சூழ்நிலைமையில் என்ன செய்ய முடியும்? സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ என் പറ്റും? சூழ்நிலைமையில நான் என்ன பண்ண முடியும்? ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ உங்க കഴിയും? சூழ்நிலை உங்களுக்கு விரோதமா இருக்கலாம். ഈ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് உங்களுக்கு പ്രതികൂലമായിരിക്കും. எதிர்த்து இருக்கலாம். നിങ്ങളോട് എതിർത്ത് നിൽക്കുന്ന சோர்ந்து സാഹചര്യം. போகாதீங்க. നിങ്ങൾ നിരാശപ്പെടണ്ട. கர்த்தர் உங்களை உருவாக்குகிற ദൈവം நேரம். നിങ്ങളെ നിർമ്മിക്കുന്ന സമയം. கர்த்தர் உங்களை உருவாக்குகிற ദൈവം நேரம். നിങ്ങളെ നിർമ്മിക്കുന്ന സമയം. உங்களை கொண்டு ஒரு காரியத்தை கர்த்தர் செய்ய போகிறார். அதற்காகவே இந்த காற்று, அதற்காகவே இந்த கொந்தளிப்பு, அதற்காகவே இந்த பிரச்சனைகள், இவைகள் முடியும் போது கர்த்தர் உங்களோடு இருக்கிறதை அநேக கண்கள் காணும்படியாக கர்த்தரே அனுக்கிரகம் பண்ணுவார். നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനാണ് ഈ കാറ്റ്, അതിനാണ് ഈ തിരമാല. എന്നാൽ അതിന്റെ അവസാനത്തിങ്കൽ നിങ്ങളുടെ ദൈവം ആരെന്ന് തെളിയിക്കപ്പെടുന്ന, നിങ്ങളുടെ ദൈവം ഉയർത്തി വെക്കുന്ന ഒരു സമയമാണ്. വിശ്വാസിക്കുന്നവർ കരങ്ങളെ തട്ടി ആണ്ടവർക്ക് മഹിമ വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
சூழ்நிலைகள் நம்மை உருவாக்கும். സാഹചര്യങ്ങൾ നമ്മെ നിർമ്മിക്കും. நமக்கு ஏற்ற சூழ்நிலை இல்லாம இருக்கலாம், നമുക്കേറ്റ സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാം. ஆனால் കർത്തർ നമ്മോട് இருக்கிறார். എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. மாறாத கர்த்தர் உங்களோடு கூட இருக்கிறார். മാറാത്ത ദൈവം നമ്മോട് കൂടെ ഉണ്ട്. இந்த சூழ்நிலை நடுவாய் நீங்கள் உருவாக்கப்படுவீர்கள். ഈ സാഹചര്യങ്ങളുടെ മധ്യേ നിങ്ങൾ നിർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. உங்களை வித்தியாசமா மாத்தி இருக்கிறார். നിങ്ങളെ വ്യത്യസ്തരായി ദൈവം മാറ്റുന്നു. உங்களை அவரை போல உருவாக்குகிறார். നിങ്ങളെ ദൈവത്തെ പോലെ ദൈവം നിർമ്മിച്ചെടുക്കുന്നു. எத்தனை பேர் சொல்ல முடியும், நான் ரட்சிக்கப்பட்டு ஞானஸ்நானம் எடுத்த நாள்ல இருந்து இன்னைக்கு வரைக்கும் என்னை திரும்பி பார்த்தா நான் எவ்வளவு மாறிட்டேன்? ആമേൻ. എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനം എടുത്തതിന്റെ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ജീവിതത്തെ ഒന്ന് തിരികെ നോക്കുമെങ്കിൽ എത്രത്തോളം ഞാൻ മാറ്റപ്പെട്ടവനായി മാറിയവനായി ഇരിക്കുകയാണ്? എത്ര പേർ சொல்ல முடியும்? എത്ര പേർക്ക് അത് പറയാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ എவ்வளவு கர்த்தர் மாற்றி இருக்கிறார். എത്രത്തോളം ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തി എടുത്തിരിക്കുന്നു. நம்மட்ட இருக்கிற பழைய சுபாவங்களை மாற்றி விட்டார். നമ്മുടെ പഴയ സ്വഭാവങ്ങൾ ദൈവം മാറ്റിയില്ലേ? രക്ഷിക്കപ്പെട്ട பிறகு கர்த்தர் நம்மை உருவாக்கி இருக்கிறார். രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവം നമ്മെ നിർമ്മിച്ചെടുക്കുന്നില്ലേ? യേശുവെ പോലെ മാറ്റി இருக்கிறார். യേശുവിനെ പോലെ നമ്മെ ആക്കിക്കൊണ്ട് വരുന്നില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. உங்களை பார்த்தா சொல்லணும், നിങ്ങൾ കണ്ടാൽ പറയണം, இவங்க மாறிட்டாங்க, നിങ്ങൾ മാറി. சூழ்நிலை எப்படி നിങ്ങളുടെ இருந்தாலும் സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നാലും அவங்க മാറിட்டாங்க. ആമേൻ. അവരുടെ ജീവിതം വളരെ മാറ്റമുണ്ട്, വളരെ വ്യത്യസ്തരാണ് അവർ. அதுதான் உண்மையான உருவாக்கப்படுதல். അത് തന്നെയാണ് യഥാർത്ഥമായ ഒരു നിർമ്മിക്കപ്പെടൽ. நமக்குள்ள தெய்வீக சுபாவம் வரணும். നമ്മുടെ ഉള്ളിൽ ഒരു ദൈവിക സ്വഭാവം ഉണ്ടാകണം. ஒரு நாள் ஒரு பிரதர் வந்தார். ഒരു ദിവസം ഒരു സഹോദരൻ വന്നു. அவர் രക്ഷിക്കപ്പെടാതെ, അദ്ദേഹം രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണ്. നല്ല തണ്ണി വണ്ടി, നന്നായി മദ്യപിക്കുന്ന ആളാണ്. അവര് എന്നെ பார்த்தாரு. അദ്ദേഹം എന്നെ നോക്കി. அவர் சொன்னாரு, അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എൻ വൈഫ് இந்த ചർച്ചിക്ക് വന്ന നാളിൽ ഇருந்து മാറിട്ടാ. ആമേൻ. എന്റെ ഭാര്യ ഈ ആലയത്തിൽ വന്നത് മുതൽ അവൾക്ക് ഭയങ്കര മാറ്റമാണ് அப்படின்னு சொன்ன உடனே, അദ്ദേഹം അങ്ങനെ പറഞ്ഞ ഉടനെ எனக்கு பெரிய பெருமை, എനിക്ക് ഭയങ്കര ഒരു അഹങ്കാരം ഉണ്ടായി. ഞാൻ നെഞ്ച നിമിത്തിട്ട് சொன்னேன், ഞാൻ നെഞ്ച് നിവർത്തി പറഞ്ഞു, நான் தான் பாஸ்டர். ഞാൻ തന്നെയാണ് പാസ്റ്റർ. அவர் சொன்னாரு, അദ്ദേഹം പറഞ്ഞു, அந்த அம்மா சர்ச்சுக்கு வர்றதுக்கு முன்னால അതെ, എന്റെ ഭാര്യ ഈ ആലയത്തിൽ വരുന്നതിന് മുൻപ് திட்டுவா, അവൾ എന്നെ വഴക്ക് പറയും. വീട്ടിലെ திட்டுவா, വീട്ടിൽ വഴക്കിടാറുണ്ട്. திட்டுனா பயங்கரமா திட்டுவா. ആമേൻ. വഴക്ക് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയും. കാത് കൊടുത്ത് കേൾക്കാൻ முடியாத அளவுக்கு திட்டுவா. ആമേൻ. അത് ചെവി കൊടുത്ത് കേൾക്കാൻ കഴിയാത്ത നിലയിൽ അവൾ വഴക്ക് പറയും. ஆனா சர்ச்சுக்கு வந்த நாள்ல இருந்து, എന്നാൽ ചർച്ചിൽ വന്നത് മുതൽ അടിക്കറാ, അടിക്കുന്നു. വഴക്ക് പറയുന്നില്ല, അടിക്കുകയാണ്. இப்படியெல்லாம் உருவாயிருந்தா உருமாற்றம் அடையணும். ഇങ്ങനെയെല്ലാമാണ് നിങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഒരു പൂർണ്ണമായ രൂപാന്തരം ഉണ്ടാകണം. உங்க சூழ்நிலைமை உங்களை இயேசுவை போல மாத்தணும். നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ യേശുവിനെ പോലെ ആക്കണം. വെള്ള പോട്ടാ പത്താത്, വെറും വെള്ളം ധരിച്ചത് കൊണ്ട് മാത്രമായില്ല. പെരിയ ബൈബിളെ തൂക്കണ പത്താത്, വലിയൊരു വേദപുസ്തകം കയ്യിലുള്ളത് കൊണ്ടായില്ല. ആവിയിലെ നിറമ്പുറതെല്ലാം ഈസി, ആത്മാവിൽ നിറയുന്നതൊക്കെ ഒരു എളുപ്പമുള്ള കാര്യമായിരിക്കാം. இந்த கூட்டத்துல எத்தனை சேர் உடையுமோ தெரியாது. ഈ യോഗത്തിൽ എത്ര കസേരകളാണ് നിങ്ങൾ ഉടയ്ക്കുന്നതെന്ന് അറിയത്തില്ല. ആവിയില നിറമ്പി ചേരെല്ലാം ഉടയ്ക്കണം. ആത്മാവിൽ നിറഞ്ഞ് പലരും കസേരകളെ പൊട്ടിക്കാറുണ്ട്. ആനാ വീട്ടിലെ യേശുവെ പോലെ ഇരിക്കണം. എന്നാൽ വീട്ടിൽ യേശുവിന്റെ സ്വഭാവം നിങ്ങളിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. വരുന്നില്ലല്ലോ, വരാത്, അത് വരില്ല, கொஞ்சம் കഷ്ടപ്പെടും. ചർച്ചിലെ യേശുവെ പോലെ ഇരിക്കണം. ആമേൻ. നിങ്ങൾ ആലയത്തിൽ കർത്താവിനെ പോലെ സ്വഭാവമുള്ളവരാകണം. ഇങ്ങ ആരാധിക്കും പോത് രണ്ട് കയ്യെ ഉയർത്തി നമ്മ ആരാധിക്കും പോത് ചില നേരം ദേവദൂതനെ മയക്കം പോട്ട് വിളുന്നിടാം. ആമേൻ. ഇവിടെ നമ്മൾ രണ്ട് കരങ്ങൾ ഉയർത്തി ആരാധന കഴിയുമ്പോൾ ദൈവദൂതൻ പോലും ബോധം കെട്ട് വീഴുകയാണ്. അവൻ പാക്കറാൻ നമ്മളെ വിட പെരിയ ആളാ ഇരിക്കറാങ്ങപ്പ. അവൻ നോക്കിയപ്പോ കാണാം നമ്മളെക്കാൾ ദൂതനേക്കാൾ ഭയങ്കര ആരാധനക്കാരായിരിക്കുന്നു. നമ്മൾ എങ്ങനെ ആരാധിക്കുന്നു. ஆனா ஆராதனை முடிஞ்சு அங்க சாப்பாடு போடும்போது, എന്നാൽ ആരാധന കഴിഞ്ഞ് ആഹാരത്തിന് വേണ്ടി പോകുമ്പോൾ ആവിക്കുரிய ആരാധനയിൽ ആവിയിൽ ഇരുந்தோம். ആത്മീയ ആരാധനയിൽ നമ്മൾ ആത്മാവിലായിരുന്നു. அங்க மாംசத்துக்கு சாப்பாடு போடும்போது, അവിടെ ശരീരത്തിന് ആഹാരത്തിനായി പോകുമ്പോൾ உள்ள இருந்து பேய் வெளியில வருது. ആമേൻ. ഉടനെ ആ പിശാച് പുറത്തു വരികയാണ്. அந்த തട്ട തൂക്കിട്ട് നിൽക്കും പോതേ ഒരു സൈസാദാ നിൽക്കുന്നത്. ആ പ്ലേറ്റ് തൂക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരത്തിലാണ് നിൽക്കുന്നത്. എவ்வளவு ദൂരം പോകണം தெரியுமா? ഞാൻ എത്ര ദൂരം പോകണമെന്ന് അറിയാമോ? അതിലേ പക്കത്തില 4 പേര് அப்படியே அமைதியாகிற அளவுக்கு അവിടെ 4 പേര് ഇങ്ങനെ ശാന്തരായി നിൽക്കുന്നു. நீங்க உருவாகணும். നിങ്ങൾ നിർമ്മിക്കപ്പെടണം. നമ്മളെ ഉരുവാക്കുகிறவர் കർത്താവ്. നമ്മെ നിർമ്മിക്കുന്നവൻ നമ്മുടെ ദൈവമാണ്.
எத்தனை பேர் அதை விசுவாசிக்கிறீங்க? എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? சூழ்நிலைமை உங்களை உருவாக்கும். സാഹചര്യങ്ങൾ നിങ്ങളെ നിർമ്മിച്ചെടുക്കും. கஷ்டமான சூழ்நிலைமை தான், കഷ്ടമായ സാഹചര്യങ്ങൾ, பாதிப்பான சூழ்நிலைமை தான். ഒരുപക്ഷെ നമ്മുടെ ജീവിതം ബാധിക്കപ്പെടത്തക്കതായ സാഹചര്യങ്ങൾ. ஆனா கர்த்தர் உங்களை குறித்து வைத்திருக்கிற காரியம் ரொம்ப பெரியது. എന്നാൽ ദൈവം നിങ്ങളെ കുറിച്ച് വച്ചിരിക്കുന്ന വലിയ ഉദ്ദേശം അത് വലുതാണ്. பெரிய ஆசீர்வாதங்கள், അത് വലിയ അനുഗ്രഹമാണ്. அதற்கு உருவாகுதல் ரொம்ப. അതിനു വേണ്ടി നിങ്ങൾ ഉരുവാക്കപ്പെടണം. எத்தனை பேர் அதை வாஞ்சிக்கிறீங்க? എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്? கை உயர்த்தி சொல்லுங்க, ஆண்டவரே ഹല്ലേലൂയ. കർത്താവിനോട് പറയുക, കർത്താവേ என்னை உருவாக்கும், എന്നെ നിർമ്മിച്ചെടുക്കണമേ, என்னை உருவாக்கும். എന്നെ നിർമ്മിച്ചെടുക്കണമേ. നാലാമതായി தேவ அன்பை கொண்டு உருவாக்குகிறார். ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ദൈവം നമ്മെ നിർമ്മിച്ചെടുക്കുന്നു. காலத்தை கொண்டு உருவாக்குகிறார் என்று சொன்னேன். അവൻ സമയം കൊണ്ട് നമ്മെ നിർമ്മിച്ചെടുക്കുന്നു. வனாந்தரத்தின் வழியாய் நம்மை நடத்தி உருவாக்குகிறார். മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ ദൈവം നമ്മെ നിർമ്മിച്ചെടുക്കുന്നു. நம்மை சுற்றி இருக்கிற சூழல்கள் வழியாய் நம்மை உருவாக்குகிறார். നമ്മെ ചുറ്റിയിരിക്കുന്ന സാഹചര്യങ്ങൾ നിമിത്തം ദൈവം നമ്മെ നിർമ്മിച്ചെടുക്കുന്നു. அவருடைய அன்பை காட்டி உருவாக்குகிறார். കർത്താവിന്റെ സ്നേഹം നിമിത്തം നമ്മെ കർത്താവ് നിർമ്മിച്ചെടുക്കുന്നു. യെരേമിയ 31 அதிகாரம் 3 வசனம். യെരേമിയ 31 3 வசனம். യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം അതിന്റെ 3 വാക്യം. பூர்வ காலம் முதல் கர்த்தர் எங்களுக்கு தரிசனையானாய் என்பாய். ஆம், அநாதி ஸ்நேகத்தால் உன்னை சிநேகித்தேன், ஆதலால் காருண்யத்தால் உன்னை இழுத்துக் கொள்ளுகிறேன். യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൻപ് കാട്ടി ഉരുവാക്കുക. ദൈവം നമ്മെ സ്നേഹിച്ച് നിർമ്മിക്കുന്നവനാണ്. പേതുരുവെ അൻപ് കാട്ടി ഉരുവാക്കിനാർ. പത്രോസിനെ ദൈവം സ്നേഹിച്ച് അവനെ നിർമ്മിച്ചെടുത്തു. യേശുവിൻ അൻപുക്ക് ഇണയാനത് എതുവുമേ ഇല്ല എന്ന് சொல்லுகிறவர்கள், സ്നേഹത്തിന് ആമേൻ അടുത്തതായി മറ്റൊന്നും തന്നെ ഇല്ല. കൈകളെ ഉയർത്തി சொல்லுங்க, ആண்டവരേ, കരങ്ങൾ ഉയർത്തി പറയുക, കർത്താവേ, ഉമ്മുடைய അൻപുക്ക് ഇണയാനത് എതുവുമേ ഇല്ല. അങ്ങയുടെ സ്നേഹത്തിന് തുല്യമായി മറ്റൊരു സ്നേഹമില്ല. പേതുരു മേൽ അவ்வளவு അൻപ് வைத்திருந்தார். പത്രോസിനോട് കർത്താവിന് അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നു. അവൻ മേൽ അൻപ് കാട്ടിനാർ. അവനോട് സ്നേഹം ആമേൻ കർത്താവിനുണ്ടായി. അവനെ തേടി പോനാർ. അവനെ അന്വേഷിച്ചു പോയി. അവനെ മറുപടിയും കൊണ്ടുവന്നാർ. അവനെ വീണ്ടും കൊണ്ടുവന്നു. അവനെ മറുപടിയും കട്ടി എളുപ്പ ഉണ്മയുള്ളവരായിരുന്നു. അവനെ വീണ്ടും നിർമ്മിച്ചെടുപ്പാൻ, പണിതെടുപ്പാൻ ദൈവം വിശ്വസ്തനായിരുന്നു. இந்த மாலை வேளையில் உங்களை நேசிக்கிற கர்த்தர், ഇന്ന് രാത്രി സമയം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, உங்க மீது அன்பு வைத்திருக்கிற கர்த்தர், നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. நீங்க இயேசுவின் அன்பை உணர்ந்திருங்க. നിങ്ങൾ യേശുവിന്റെ സ്നേഹത്തെ ഉണരുക. இயேசுவின் அன்புக்கு இடம் கொடுங்க. യേശുവിന്റെ സ്നേഹത്തിന് നിങ്ങൾ അനുവാദം കൊടുക്കുക. உங்களை கர்த்தர் உருவாக்க போதுமானவராய் இருக்கிறார். നിങ്ങളെ നിർമ്മിച്ചെടുപ്പാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കൈ ഉയർത്തി சொல்லுங்க, രണ്ട് കരങ്ങൾ ഉയർത്തി പറയുക, உங்க அன்பு போல எதுவுமே இல்ல. കർത്താവേ, നിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല. சொல்லுங்க, உங்க அன்பு போல எதுவுமே இல்ல. കർത്താവേ, അങ്ങയുടെ സ്നേഹം പോലെ മറ്റൊന്നില്ല. என் வாழ்க்கையில உங்க அன்பு ரொம்ப பெரியது. കർത്താവേ, എന്റെ ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹം ഏറ്റവും പ്രധാനമുള്ളതാണ്. എங்கയോ ഇരുന്ന എന്നെ ഉയർത്തിനീരേ. കർത്താവേ, എന്നെ ഉയർത്തി വയ്ക്കുന്നല്ലോ. ഞാൻ എங்கയോ കിടന്ന്, എവിടെയോ കിടന്ന എന്നെ தேடி வந்த യേശു, തേടി വന്ന യേശു. വിശ്വാസിക്കുന്നവർ കരങ്ങളെ തട്ടി ആണ്ടവർക്ക് നന്ദി ചെലുത്തുക. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടൈസിയായി, അവസാനമായി, നേരം മുടിகிறது കടൈസിയായി, സമയം തീരുന്ന അവസാനമായി, പാട് ഉപദ്രവങ്ങൾ വഴിയായി നമ്മെ ഉരുവാക്കുക. ചില കഷ്ടതകൾ, ചില ഉപദ്രവങ്ങളിൽ കൂടെ നമ്മെ നിർമ്മിച്ചെടുക്കുന്നു. വേദന, കഷ്ടതകളുണ്ട്, ഉണ്ട്, ആമേൻ, വേദനകളുണ്ട്. ஆனால் நம்மை உருவாக்குவார். എന്നാൽ ദൈവം നമ്മെ ആ സാഹചര്യത്തിൽ ആമേൻ നിർമ്മിച്ചെടുക്കും. இந்த பாடுகள் உங்களை ஒண்ணும் செய்யாது. ഈ കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്നും ചെയ്യുകയില്ല. 1 പേതുരു 1 அதிகாரம் 6 വചനം വാസിക്കുമ്പോൾ, 1 പത്രോസിന്റെ ലേഖനം 1 അധ്യായം അതിന്റെ 6 വാക്യം നമ്മൾ நீங்கள் വായിക്കുന്നു. மிகவும் சந்தோஷப்படுகிறீர்கள் என்றாலும் துன்பப்பட வேண்டியது அவசியமானதால் இப்பொழுது கொஞ்ச காலம் பலவிதமான சோதனைகளினாலே துன்பப்படுகிறீர்கள். അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. பாடுகள் வரும், കഷ്ടതകൾ കടന്നു വരും, ഉപദ്രവങ്ങൾ വരും, ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ஆனால் இவைகளெல்லாம் ஒண்ணுமே செய்யாது. എന്നാൽ ഇവയൊന്നും നമ്മെ ഒരു ദോഷവും ചെയ്യുകയില്ല. பக்கத்துல பார்த்து சொல்லுங்க, அது ஒண்ணும் செய்யாது. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയുക, എന്നെ ഇത് ഒന്നും നമ്മെ ഒന്നും ചെയ്യുകയില്ല. அந்த பாடு உங்களை ஒண்ணும் செய்யாது. ആ കഷ്ടതകൾ നിങ്ങളെ തകർത്ത് കളയത്തില്ല. அந்த உபத்திரம் உங்களை ஒண்ணும் ആ செய்யாது. ഉപദ്രവങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. உங்களை உருவாக்கிறோம், അത് നിങ്ങളെ നിർമ്മിച്ചെടുക്കും, உங்களை அழகாக்கிறோம். നിങ്ങളെ മനോഹാരിത്യമുള്ളവരാക്കി. அந்த பாடு உபத்திரம் தான் உங்களை அழகாக்கும். ആ ഉപദ്രവങ്ങൾ നിങ്ങളെ സൗന്ദര്യമുള്ളവരാക്കും. அல்லேலூயா, ഹല്ലേലൂയ.
ஹalleluya. யோபு போன பாடு உபத்திரவங்கள் வழியாய் போய் வெளியே வரும்போது சுத்த பொன்னானேன் என்று சொல்லுகிறார். ആമേൻ. യോബ് തന്റെ കഷ്ടതകളിൽ കൂടെ കടന്നുപോയി പുറത്തേക്ക് കടന്നു വരുമ്പോൾ അവൻ ശുദ്ധിയുള്ള ഒരു പൊന്നിനെ പോലെ ശോഭിക്കാനിടയായി. உங்களை அழகாக்குவார். അവൻ നിങ്ങളെ സൗന്ദര്യമുള്ളവരാക്കും. உள்ளான அழகுதான் ரொம்ப முக்கியம். ആമേൻ. നമ്മുടെ ഉള്ളിലെ ആമേൻ സൗന്ദര്യമാണ് പ്രധാനമുള്ളത്. பக்கத்துல பார்த்து சொல்லுங்க, என் பாடுகள் உபத்திரவம் என்னை உள்ள அழகாக்கும். അടുത്തിരിക്കുന്നവരോട് നോക്കി പറയുക, കഷ്ടതകൾ ഉപദ്രവങ്ങൾ അതെന്നെ ആമേൻ ഉള്ളിൽ സൗന്ദര്യമുള്ളവനാക്കി തീർക്കും. ஹalleluya. ഹല്ലേലൂയ. உள்ளான அழகை தரும். ആമേൻ. ഉള്ളിൽ ഒരു നല്ല അഴകിനെ സൗന്ദര്യത്തെ തരും. வெளியில போடுற அழகெல்லாம் வேஷம். ആമേൻ. പുറമേ ഉള്ള നമ്മൾ സൗന്ദര്യമാക്കുന്ന എല്ലാം അത് അഭിനയം മാത്രമാണ്. ஒரு நாள் ஒரு கல்யாணம் சர்ச்சில் நடந்துச்சு. എന്റെ സഭയിൽ ഒരു വിവാഹം നടന്നു. அந்த ஞாயிற்றுக்கிழமை அந்த பொண்ணை கூட்டிட்டு வந்து சொன்னாங்க. ആ ഞായറാഴ്ച വിവാഹം കഴിയുന്ന സഹോദരി വിളിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു, இந்த பிள்ளைக்கு தான் வர்ற புதன்கிழமை கல்யாணம் பாஸ்டர். ഈ കുഞ്ഞിനാണ് വരുന്ന ബുധനാഴ്ച വിവാഹം. இந்த மாப்பிள்ளைக்கு தான் வர புதன்கிழமை கல்யாணம். ഈ യൗവനക്കാരനാണ് വരുന്ന ബുധനാഴ്ച കല്യാണം. நான் ரெண்டு பேருக்கும் ஜெபம் பண்ணிட்டேன். ഞാൻ രണ്ടുപേർക്കും പ്രാർത്ഥിച്ചു. கல்யாண நாள் வந்துச்சு. വിവാഹ ദിനം വന്നു. சாயங்காலம் கல்யாணத்துக்கு போறேன். വൈകുന്നേരം ഞാൻ വിവാഹത്തിനായി പോയി. மாப்பிள்ளை അതே மாப்பிள்ளை தான். ആമേൻ. പുരുഷൻ ഭർത്താവ് അതേ ഭർത്താവ് തന്നെയാണ്. ஆனா பொண்ணு வேற மாதிரி வரா. എന്നാൽ മണവാട്ടി വേറൊരു രൂപത്തിൽ വരുന്നു. நான் ஞாயிற்றுக்கிழமை பார்க்கும்போது கருப்பா இருந்தா. ഞാൻ ഞായറാഴ്ച കണ്ടപ്പോൾ കറുത്തവളായിരുന്നു. ஆனா இப்ப செவப்பா ஒரு பொண்ணு வந்திருக்கா. ഇപ്പോൾ നല്ല വെളുത്ത ഒരു പെണ്ണാണ് വന്നത്. ஏதேனில் ஆதிமனம் பாடும்போது நடந்து வந்தா. ഏതേനിൽ ആദിമണം എന്ന പാട്ട് പാടുമ്പോൾ അവൾ നടന്നു വരുന്നു. நான் பக்கத்துல இருக்கிற பாஸ்டர் கேட்டேன். ഞാൻ അടുത്തിരിക്കുന്ന പാസ്റ്ററിനോട് ചോദിച്ചു, சண்டே ஞாயிற்றுக்கிழமையில இருந்து புதன்கிழமைக்குள்ள பொண்ணை மாத்திட்டாங்களா? ആമേൻ. ഞായറാഴ്ച മുതൽ ബുധനാഴ്ചക്കകത്ത് വെച്ച് പെണ്ണിനെ മാറ്റിക്കളഞ്ഞോ? வேற பொண்ணு வருதேன்னு கேட்டேன். ആമേൻ. മറ്റൊരു പെണ്ണാണല്ലോ വരുന്നതെന്ന് ഞാൻ ചോദിച്ചു. அவர் சொன்னாரு, பொண்ணெல்லாம் மாத்தல, அதே பொண்ணுதான். അദ്ദേഹം പറഞ്ഞു, അല്ല, സ്ത്രീയെ മാറ്റിയിട്ടില്ല, അതേ ആള് തന്നെയാണ്. பெயிண்ட் அடிச்சிட்டு வருது. അത് പെയിന്റ് അടിച്ചിട്ട് വരികയാണ്. நீங்க என்ன போட்டு தேய்ச்சாலும் கலர் மாறாது. നിങ്ങൾ എന്ത് തന്നെ ആമേൻ തേച്ച് മിനുക്കാൻ നോക്കിയാലും നിങ്ങളുടെ കളർ മാറത്തില്ല. நீங்க எவ்வளவு ட்ரை பண்ணாலும் என்னைய மாதிரி சிவப்பாக முடியாது. നിങ്ങൾ എത്ര തന്നെ പരിശ്രമിച്ചാലും ഈ എന്നെ പോലെ വെളുക്കാൻ പറ്റത്തില്ല. என் முடிய போலன்னு பாஸ்டர் சொல்றாங்க. എന്റെ മുടിയെ പോലെ എന്നാണ് പാസ്റ്റർ പറയുന്നത്. இந்த வெளியில போடுற வேஷம் எல்லாம் ஒண்ணுமே கிடையாது. ഈ പുറമേയുള്ള വേഷമല്ല കാര്യം. உள்ளான மனுஷன். നമ്മുടെ അകത്തെ മനുഷ്യൻ. உள்ளான மனுஷன். നമ്മുടെ അകമേയുള്ള മനുഷ്യൻ. வெளியில எப்படி வேணாலும் இருந்துட்டு போலாம். ആമേൻ. പുറമേ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. வெளியில எப்படி இருந்தா என்ன? പുറമേ എങ്ങനെ ഇരുന്നാൽ എന്താ? வெளியில பைத்தியக்கார மாதிரி இருக்கலாம். വെളിയിൽ ഒരു ഭ്രാന്തനെ പോലെ ഇരിക്കാം. ஆனா உள்ள, എന്നാൽ ഉള്ളിൽ അകമേയുള്ള മനുഷ്യൻ. உலகம் வெளியில பாக்குது. ലോകം നമ്മെ പുറമേ നോക്കുന്നു. ஆனால் பரலோக ദൈവം നമ്മുടെ അകമേ നോക്കുന്നു. பாடுகள் உபத்திரம் உள்ள உருவாக்கும். കഷ്ടതകൾ ആമേൻ ഉപദ്രവങ്ങൾ നമ്മെ നമ്മുടെ അകത്തെ മനുഷ്യനെ നിർമ്മിച്ചെടുക്കുന്നതാണ്. அந்த கண்ணீர் உங்களை உருவாக்கும். ഈ കണ്ണുനീരുകൾ നമ്മെ നിർമ്മിച്ചെടുക്കുന്നതാണ്. நெருக்கங்கள் உங்களை உருவாக்கும். ഈ ഞെരുക്കങ്ങൾ നമ്മെ നിർമ്മിച്ചെടുക്കുന്നതാണ്. நெருக்கத்திலிருந்து ஓடாதீங்க. ഈ ഞെരുക്കത്തിന്റെ മധ്യ നിങ്ങൾ ഓടിപ്പോകരുത്. உருவாக்கப்பட ஒப்பு கொடுங்க. നിങ്ങൾ ആമേൻ ദൈവസന്നിധി നിർമ്മിക്കപ്പെടുവാൻ നിങ്ങളെ സമർപ്പിക്കാം. உங்களை അழகாയി ഉരുവാക്കും. കർത്താവ് നിങ്ങളെ മനോഹരമായി നിർമ്മിച്ചെടുക്കും. എത്ര പേർ വിശ്വാസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? அழகா உருவாக்குகிறார். കർത്താവ് മനോഹരമായി നിങ്ങളെ നിർമ്മിച്ചെടുക്കും. முடிக்க போகிறேன். ഞാൻ അവസാനിപ്പിക്കുന്നു. 3 காரியம் சொன்னேன். 3 കാര്യങ്ങൾ പറഞ്ഞു. ஏன் உருவாக்குகிறார்? എന്തുകൊണ്ട് കർത്താവ് നമ്മെ നിർമ്മിക്കുന്നു? தேவ சித்தத்தை அறிய வேண்டும். ദൈവഹിതം അറിയുവാൻ, தேவ சித்தத்திலே இருக்க வேண்டும். ദൈവഹിതത്തിൽ നിലനിൽപ്പാൻ, தேவ சித்தத்தை செய்ய வேண்டும். ദൈവഹിതം നിറവേറ്റാൻ. எப்படி உருவாக்குகிறார்? എങ്ങനെ ദൈവം നമ്മെ നിർമ്മിക്കുന്നു? காலங்களை வைத்து கர்த்தர் സമയം താമസിപ്പിച്ച് ദൈവം നമ്മെ നിർമ്മിക്കുന്നു. വനാന്തരത്തിൻ വഴിയായി ഉരുവാക്കുന്നു. മരുഭൂമി വഴിയിൽ കൂടെ ദൈവം നമ്മെ നിർമ്മിക്കുന്നു. சுற்றியிருக்கிற சூழ்நிலைகளை வைத்து நம்மை உருவாக்குகிறார். നമ്മൾ ചുറ്റിലുമുള്ള സാഹചര്യങ്ങൾ വെച്ച് ദൈവം നമ്മെ നിർമ്മിക്കുന്നു. அவருடைய அன்பினாலே நம்மை உருவாக்குகிறார். ആ തന്റെ സ്നേഹത്താൽ ദൈവം നമ്മെ നിർമ്മിക്കുന്നു. பாடு உபத்திரவங்களை கொண்டு உருவாக்குகிறார். ഉപദ്രവങ്ങൾ കഷ്ടതകളിൽ കൂടെ ദൈവം നമ്മെ നിർമ്മിക്കുന്നു. ஆனால் ஒன்று மாத்திரம் நிச்சயம். എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്. நாம் உருவாக்கப்படுகிறோம். നമ്മൾ നിർമ്മിക്കപ്പെടുന്നു. நாம் உருவாக்கப்படுகிறோம். നമ്മൾ നിർമ്മിക്കപ്പെടുന്നു. இந்த முகாம்கள், இந்த கூட்டங்கள் முடியும் போது, ഈ യോഗങ്ങൾ അവസാനിക്കുമ്പോൾ, இவைகள் நடத்தப்படுவதற்கு காரணம் என்ன? ഈ യോഗങ്ങൾ നടക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്? இந்த பிரதேசத்தில் இருக்கிற எல்லா கர்த்தருடைய பிள்ளைகளும் உருவாக்கப்பட வேண்டும். ഈ ഡിസ്ട്രിക്റ്റിലുള്ള സകല ദൈവ മക്കളും ഒരു നിർമ്മിക്കപ്പെട്ട അവസ്ഥയിലാകണം. இதை விரும்புகிறவர்கள் மாத்திரம் 2 கரங்களை உயர்த்தி, അത് ആഗ്രഹിക്കുന്നവർ മാത്രം 2 കരങ്ങൾ ഉയർത്തി. ஹalleluya. உள்ளார்ந்த மனிதன் நாளுக்கு நாள் புதிதாக்கப்படுகின்ற நேரம் இது. உள்ளார்ந்த மனிதன் நாளுக்கு நாள் புதிதாக்கப்படுகின்ற நேரம் இது. சோர்ந்து போகாதே,
சோர்ந்து போகாதே, சோர்ந்து போகாதே, அதி சீக்கிரத்தில் நீங்கிவிடு இந்த லேசான உபத்திரவம், அதி சீக்கிரத்தில் நீங்கிவிடு இந்த லேசான உபத்திரவம். உள்ளார்ந்த மனிதன் நாளுக்கு நாள் புதிதாக்கப்படுகின்ற நேரம் இது. உள்ளார்ந்த மனிதன் நாளுக்கு நாள் புதிதாக்கப்படுகின்ற நேரம் இது. சோர்ந்து போகாதே, சோர்ந்து போகாதே, நல்ல கரங்களை தட்டி சோர்ந்து போகாதே, சோர்ந்து போகாதே, அதி சீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம், அதி சீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம். ஈடு இணையில்லா மகிமை இதனால் நமக்கு வந்திடுமே, ஈடு இணையில்லா மகிமை இதனால் நமக்கு வந்திடுமே. சோர்ந்து போகாதே, நீ சோர்ந்து போகாதே, சோர்ந்து போகாதே, நீ சோர்ந்து போகாதே, அதி சீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம், அதி சீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம். நல்ல கரங்களை தட்டி ஆவியில நிரம்பி அந்நிய பாஷைகளை பேசி நல்ல ஆவியில நிரம்பி ஜெபம் பண்ணுங்க, ஜெபம் பண்ணுங்க, ஜெபம் பண்ணுங்க. எல்லாரும் பிரார்த்திக்க, எல்லாரும் உயர்த்தி சத்தத்தை உயர்த்தி சத்தம் உயரட்ടെ. கிருபை கிருபை கர்த்தர் தருவார், கிருப தெய்வம் നൽകി கிருபை கர்த்தர் தருவார். தெய்வ கிருப தான் நீ உருவாக்கப்படுகிற நேரம், நீ நிர்மிக்கப்படுகிற ஒரு சமயம், உருவாக்கப்படுகிற நேரம், நிர்மிக்கப்படுகிற ஒரு நாளிகை கர்த்தர் உன்னை உருவாக்குகிறார். கர்த்தாവ് നിന്നെ നിർമ്മിക്കുന്നു. ஒரு முகாந்திரம் உண்டு, അതിനൊരു മുഖാന്തരം ஒரு ഉണ്ട്, நோக்கம் உண்டு, ഒരു ഉദ്ദേശമുണ്ട്. அந்த நோக்கத்திற்காகவே ആ ഉദ്ദേശത്തിനായി உன்னை உருவாக்கி കർത്താവ് നിന്നെ നിർമ്മിച്ചു, உன்னை கூர்மையான அம்பாக்கி, നിന്നെ ഒരു മൂർച്ചയുള്ള അസ്ത്രമാക്കി, கூர்மையான அம்பா, ഒരു മൂർച്ചയുള്ള അസ്ത്രമാക്കി. நல்ல ஜெபம் பண்ணுங்க, நல்ல ஜெபம் നന്നായി பண்ணுங்க. പ്രാർത്ഥിക്കുക, നന്നായി கர்த்தர் പ്രാർത്ഥിക്കുക. கிருபையை தருவாராக, കർത്താവ് കൃപ നൽകി തരട്ടെ, கர்த்தர் கிருபையை தருவாராக. കർത്താവ് കൃപ നൽകി തരട്ടെ. பெற்றுக்கொள்ளுங்க, பெற்றுக்கொள்ளுங்க. പ്രാപിക്കുക, പ്രാപിക്കുക. இன்றைக்கு கர்த்தர் கிருபையை தருகிறார். കർത്താവ് തന്റെ കൃപയെ നൽകി തരുന്നു. பழைய நிலைமைகள் மாறுகிறது, പഴയ അവസ്ഥകൾ മാറുകയാണ്, பழைய நிலைமைகள் പഴയ மாறுகிறது. അവസ്ഥകൾ മാറുകയാണ്. புதிய மனுஷனா, ഒരു പുതിയ മനുഷ്യനായി, புதிய மனுஷியா ഒരു പുതിയ മനുഷ്യയായി கர்த்தர் உருவாக்குகிறார், കർത്താവ് നിന്നെ മാറ്റിയെടുക്കുന്നു, கர்த்தர் உருவாக்குகிறார். കർത്താവ് നിന്നെ നിർമ്മിക്കുന്നു. சோர்ந்து போகாதே, നീ തളർന്നു പോകരുത്, சோர்ந்து போகாதே. നീ ക്ഷീണിച്ചു പോകരുത്. உன்னை அழைத்தவர் உண்மை உள்ளவர், നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, தெரிந்து கொண்டவர் உண்மை உள்ளவர், നിന്നെ തിരഞ്ഞെടുത്തവൻ ஒரு വിശ്വസ്തൻ. நோக்கத்தை வைத்திருக்கிறார். അവൻ നിന്റെ മേലൊരു ഉദ്ദേശം அது വെച്ചിട്ടുണ്ട്. நிறைவேறும், അത് നിറവേറും, அது நிறைவேறும், அது நிறைவேறும். வாக்குத்தத்தம் நிறைவேறும், വാഗ്ദത്തം നിറവേറും. சொன்ன வார்த்தை நிறைவேறும். പറഞ്ഞ വാക്കിന് உன்னை നിറവേറും. உருவாக்கி, അവൻ നിന്നെ നിർമ്മിച്ചു, உருவாக்கி അവൻ നിന്നെ നിർമ്മിച്ചു. அதை தர உண்மை உள்ளவராய் ആ இருக்கிறார். ചെയ്തു തരുവാൻ വിശ്വസ്തനാണ്. நல்ல தலைக்கு மேல കരങ്ങളെ തട്ടി തലയുടെ മുകളിൽ കരമടിച്ച് ஆவியானவர் உங்களோடு பேசியிருந்தார். ആത്മാവ് നമ്മളോട് സംസാരിച്ചു. நல்ல கரங்களை தட்டி ஆண்டவருக்கு நன்றி செலுத்தி, നന്നായി കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. என்னை உருவாக்குகிற தெய்வமே, സൃഷ്ടിക്കുന്ന ദൈവമേ, Jesus. Yes, 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 yes. Jesus. எங்களை நீங்க உருவாக்குகிறதற்காக ஸ்தோத்திரம். അങ്ങ് ഞങ്ങളെ നിർമ്മിക്കുന്നതിനാൽ സ്തോത്രം. நாங்கள் உருவாக்கப்பட வேண்டும், ഞങ്ങൾ നിർമ്മിക്കപ്പെടണം, எங்கள் நிலைமைகள் மாற வேண்டும், ഞങ്ങളുടെ അവസ്ഥകൾ മാറണം, உமக்கு மகிமையாய் மாற வேண்டும். അങ്ങേക്ക് മഹത്വമുള്ളവരായി ഞങ്ങൾ മാറണം. அதற்கு எங்களை ஒப்பு கொடுக்கிறோம். അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ரெண்டு കരங்களை ഉയർത്തി ഒപ്പ് കൊടുக்கிறோம். കരങ്ങളെ ഉയർത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ ഓസേ